من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا خذوا حذركم فانفروا ثبات أو انفروا جميعا. ഖിതാല് കൊണ്ടുള്ള കൽപ്പനയാണ് ഇതിൽ കൂടി സൂചിപ്പിക്കുന്നത്. സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് ചില അമർ കൽപ്പിക്കുന്നു. അതേതായിരിക്കും? സാലിഹായ അമലിന്റെ പട്ടികയിൽപ്പെട്ടതായിരിക്കും. ഖുദൂ ഹിദ്റക്കും എന്ന് പറഞ്ഞാൽ ശത്രുക്കള് നിങ്ങളെന്താക്കണം, അവരെ ഏത് അക്രമങ്ങളും അവർ ഇതെല്ലാം വളരെ കെയർഫുള്ളായിരിക്കണം. അഖദ ഹിദ്റഹു എന്ന് പറഞ്ഞാൽ എപ്പോഴും ജാഗ്രത പുലർത്തൽ, ഏത് വഴിക്കുന്നും എപ്പോഴും സംഭവിക്കാം. ഈ കാലത്തിൽ ഇടപാടുകളെ പോലെ ഏറ്റവും വളരെയധികം ശ്രദ്ധിക്കണം. കണ്ടില്ല, പാവത്തിന്റെ ഒരു കുടുംബം നശിപ്പിച്ചിട്ട് സഹായിക്കുന്ന ആളായി ഒന്ന് പെട്ടി എന്തെല്ലാക്കിയിട്ട് അതായിട്ട് പോകുന്ന ആളാകുമ്പോൾ വലിയ പ്രയാസമല്ല. വലിയൊരു മയക്കുമരുന്നിനെ കെട്ടും കൊടുത്ത് ഇന്ന് എവിടെയുണ്ട് ലോകത്ത് കിടന്നിറങ്ങില്ല, കുടുംബം ഊണില്ല, ഉറക്കില്ല, അങ്ങനെ അങ്ങോട്ട് കഴിച്ചു വിട്ടു. അപ്പൊ എപ്പോഴും തുറക്കും. കാക്കന്റെ ഹദർ എന്ന് പറയുന്നുണ്ട്. അതവർ അദുബിനെ തൊട്ട് നിങ്ങളെന്താക്കണം, എപ്പോഴും ഹെത്തറാസ്, നല്ല ബോധവാന്മാരായിരിക്കണം. അതായത് എപ്പോഴും ചതിക്കും, ആക്രമിക്കും, ഉപദ്രവിക്കും എന്നേ വിചാരിക്കും. നോമ്പിന് വയലറിയാൻ ഒന്നുമില്ലാതെ അത്താമ്പിക്കാൻ കൊണ്ടുപോയി വരും. എന്നിട്ട് റൂമിലിട്ട് പൂട്ടി നിങ്ങളെ പൈലാക്കുമ്പോൾ വിളിക്കും. അപ്പം എന്താന്ന് വിളിയാണ് എന്നെ പൂട്ടുന്നത്? നിങ്ങൾ വളരെ വിശ്വസ്തനാണ്. നിങ്ങളെ ജനിച്ചിൽപ്പെട്ട ഒരാൾ ഇവിടെ അത്താമ്പിക്കാൻ കൊണ്ടുവന്നിട്ട് എല്ലാം ഭാര്യ കെട്ടിയിട്ട് ഭാര്യാക്കുമ്പോൾ സ്ഥലം വിട്ടു. നിങ്ങൾ കള്ളനല്ല, ആ കട്ടാളാ കള്ളൻ. പക്ഷെ നിങ്ങളും ആ ജനിച്ചിൽപ്പെട്ട ആളല്ല. അതുകൊണ്ട് നമ്മൾ സുദൂഹി തുറക്കും, മുൻകരുതൽ. നിങ്ങളെ നഫ്സിന് അവർക്ക് കയറി പറ്റാനോ അതൊന്നും നിങ്ങൾ ഒരു സൗകര്യം ഉണ്ടാക്കാൻ പാടില്ല. മക്കന എന്ന് വെച്ചാൽ മക്കാൻ ഉറപ്പിച്ചെന്നാണല്ലോ. അപ്പൊ നിങ്ങളെ നഫ്സില് ഓർ കടം കൊടുക്കാൻ പാടില്ല. ഇനി ഫംഫിറൂ, നിങ്ങൾ എന്താക്കണം, യുദ്ധത്തിന് പുറപ്പെടണം. ഫഖ്റുജൂ ഇലാ ജിഹാദിൽ അദുവ്വി, അദുവിന്റെ ജിഹാദിലേക്ക് നിങ്ങൾ പുറപ്പെടണം. സുബാത്തിൻ ഐ ജമാഅത്തിൻ മുതഫർരിഖ, കുറെ ജമാഅത്തുകളായിക്കൊണ്ടിട്ട് പുറപ്പെടണം. അതായത് ശരീഅത്തിന് അതിന് പറയുന്നത് ചെറിയ സംഘങ്ങൾ. ശരീഅത്തൻ ബാദ ശരീഅത്തിൻ. അപ്പൊ ഈ സുബാത്ത് എന്താ സാധനം? സുബത്ത്, സുബത്ത് അല്ല ജമ്മ് സുബാത്ത്. വഹിയ ജമാഅത്തുൻ മിനൽ റിജാലി ഫൗഖൽ 10, 10 മേൽപോട്ടുള്ള പുരുഷന്മാരുടെ ഒരു സംഘത്തിനാണെന്ന് പറയാ സുബത്ത്. അപ്പൊ ചെറിയ സംഘങ്ങളാക്കിക്കൊണ്ടിട്ട് പ്രദേശത്തേക്ക് പോവുക. രണ്ടാമത്തെ പോകേണ്ട അവൻഫിറോ ജമീഅൻ, അല്ലെങ്കിലോ കൂട്ടമായിട്ട്. ബദറിലെല്ലാം പോയില്ലേ? മുജ്തമിഈന കൗകബതൻ വാഹിദ, ഒരൊറ്റ സംഘമായിക്കൊണ്ട് പോകണം. പല രംഗങ്ങളുണ്ട്. വദാലിക, അതെന്താ? ഇദാ ഖറജൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പുറപ്പെടുമ്പോഴാണ് ഒന്നിച്ചു പോക്കും. അപ്പൊ എന്തായി? ഒന്നിന് ശരീഅത്ത്, ഒന്നിന് വർഷപത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്നിനെ അല്ലാഹു തആല ചെറിയ ഒരു വിമർശനം പറയുന്നു. ഈ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ ഇതല്ലോ എന്താന്ന് ഒരു പിന്തിരിപ്പ്, ഇപ്പം വേണം എന്തിനാണ് അങ്ങനെ എന്നോട്ടൊരു പിന്തിരിപ്പം മനസ്സിലാക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ചില ആളുണ്ട്. അതാണ് ഇത് وَإِنَّ مِنْكُمْ لَمَنْ لَيُبَطِّئَنَّ وَإِنَّ مِنْكُمْ നിങ്ങളിൽപ്പെട്ട ചിലരുണ്ട്. ആരാണ് മിൻകും? ഖിതാബുൽ അസ്കരിൽ മുസ്ലിമീന വൽ മുഅ്മിനീന വൽ മുനാഫിഖീൻ. മുസ്ലിമീങ്ങളുടെ സൈന്യം, ആ കൂട്ടത്തിൽ ആരുണ്ട്? മുഅ്മിനീങ്ങളുമുണ്ട്, മുനാഫിഖീങ്ങളുമുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ മുനാഫിഖ് എന്താക്കോ ഇതിങ്ങനെ പാര വെച്ചിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല, നമുക്ക് സൗഹാർദ്ദമല്ലേ വേണ്ടി, അങ്ങനെ ഇപ്പം യുദ്ധം ചെയ്യാൻ പാടില്ല നല്ല മട്ട പോലെ ഉപദേശമായിട്ടെല്ലാം വരും. അതാ പിന്തിരിപ്പന്മാർ. ലമൻ ഒരു കൂട്ടർ ഇന്നാൻ്റെ ഇസ്മാനത്. അപ്പം അല്ലതീ ഉഖ്സിമ ബില്ലാഹി, എങ്ങനെ വഇന്ന മിൻകും ലമൻ എന്ന് പറയുമ്പോൾ തൗക്കീദ് ഉണ്ടല്ലോ, അവിടെ ഒരു ലാമിൻ്റെ തൗക്കീദ്. എന്നിട്ടോ ലയുബത്തിഅന്ന അവിടെ തൗക്കീദൊന്നുമില്ലേ? അപ്പം എന്താകുന്ന പറഞ്ഞോ ഉഖ്സിമ ബില്ലാഹി എന്നാണ് ഖസമ സങ്കല്പിക്കുക. ഐ ലയതഅഖറന്ന അനിൽ ഗസ്ബി, യുദ്ധത്തിനൊത്തൊട്ടെന്താക്കും അവർ പിന്തിരിയും. വയതഖല്ലഫ്ന, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. എങ്ങനെ? തസാഖുലൻ, ഇതൊന്നും ഇപ്പാവൂല, ഇതിൽ ഭാരിച്ച പണിയാന്ന്. അപ്പൊ വൽ മുറാദു ബിൽ മുബത്തിന, അപ്പൊ ഈ മൻ ലയുബത്തിഅന്ന എന്ന് പറഞ്ഞ തർക്കീദ് പറഞ്ഞ കൂട്ടർ ആരാന്ന്? അൽ മുനാഫിഖൂന മിനൽ അസ്കർ, അസ്കറിലുള്ള മുനാഫിഖുകളാന്ന് പറഞ്ഞു. അത് മനസ്സിലായില്ലേ? അതുകൊണ്ട് ലിഅന്നഹും കാനൂ യഗ്സൂന നിഫാഖൻ, അവർ നിഫാഖിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യല്, അവർക്ക് അതിനോട് താല്പര്യമില്ലായിട്ടല്ല. ഇനി ഫഇൻ അസ്വാബതുക്കും, അവരുടെ സ്വഭാവങ്ങൾ പറയുന്നു. ഫഇൻ അസ്വാബതുക്കും മുസീബത്തുൻ, നിങ്ങൾക്ക് മുസീബത്ത് നേരിട്ടാൽ, സൈന്യത്തിനോട്, നമ്മുടെ സൈന്യത്തിനോടല്ലേ പറയുന്നത്, അത് നാലത്തുക്കും നുക്ബത്തും മിനൽ അദാൽ, ശത്രുക്കളുടെ പക്കൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ട്, കത്തിരി ചിലപ്പം കൊല്ലും, ഹസീമത്തിൽ ചില തോൽവി സംഭവിക്കും. ഇത് സംഭവിച്ചാൽ കാല, ഈ പിന്തിരി നാള് പറയും നമ്മ പണ്ടേ കണ്ടില്ലേ പോണ്ട, നമ്മളെ പൊരുത്തക്കിടന്നത് അമ്മൻ പറഞ്ഞ കേക്കായിട്ടുള്ള പൊരുത്തക്കിടയിപ്പോൾ കിട്ടിയത് എന്ന് പറഞ്ഞു. അത്ര പൊരുത്തത്തിൻ്റെ അളന്നു കാലാൽ മുബത്തി പറയും ഫറഹൻ, സന്തോഷിച്ചുകൊണ്ട് ബി സുൻഹി, അവർ ചെയ്ത പണിക്ക് അവർ പോകാതിരിക്കുകയല്ല ചെയ്തത്. വഹാമിദല്ലി റബ്ബിഹി, റബ്ബിനെ സ്തുതിച്ചുകൊണ്ടും പറഞ്ഞു. കാരണം റബ്ബിനെ സ്തുതി കൊടുക്കണമല്ല. അത് അന്നമല്ലാഹു അലയ്യ, പടച്ചോ നമ്മളെ കാത്ത് യുദ്ധത്തിന് പോകാതെ പിന്തിരിഞ്ഞുകൊണ്ട്. എങ്ങനെ? ബിൽ ഖുഊദി, പരക്കന്നിരുന്ന്, വത്തഖല്ലുഫി അനിൽ ഖിതാൽ, യുദ്ധത്തിനൊത്തൊട്ട് പിന്തിരിഞ്ഞ് പരക്കിരുന്ന്. അതുകൊണ്ട് അല്ല ചെയ്ത് വലിയ നിയമത്തായി പോയി. എന്തുകൊണ്ടാ? ഇതിലം അകും മഅഹും ഷഹീദ, ആ നിയമത്തിന്റെ വകുപ്പാവോറ് പറയുന്നത് ഇതിലം നകും മഅഹും, ഈ പോയ കൂട്ടരോടൊപ്പം ആയില്ലല്ലോ ഷഹീദൻ ഹാദിറൻ ഫിൽ മഅറകത്തി, യുദ്ധക്കളത്തിൽ പങ്കെടുത്തവരായില്ലല്ലോ. അങ്ങനെ ആയെങ്കിൽ ഫയുസീബുനി മാ അസാബഹും, ഓർക്ക് പറ്റിയ തോൽവിയും മറ്റൊക്കെ നമുക്ക് പറ്റുമായിരുന്നു. പഠിച്ചോൻ കത്തുന്നു. ഇനി വല ഇന്ന, നിങ്ങൾക്ക് വലിയ നിയമത്തും ജയവും ഗനീമത്തൊക്കെ കിട്ടി, എന്നാ പറയാ കിട്ടിയില്ല. ഒരു കയ്യും കടിച്ചിട്ട് കൊടയിൽ എന്തെങ്കിലും ഉണ്ട്, ഒരു അഭിനയം, അത് വല്ലാണ്ട് പിടിച്ചം കാട്ടുന്ന. പണ്ടോട് കിണർ ഒഴിച്ച മണ്ണ് ആക്കിയപ്പോയി ചിലവാകുന്നേ ഇല്ല, നമ്മൾ ബാക്കി പണിയെടുക്കാനും കഴിയുന്നില്ല. 22 കൊല്ലത്ത് മണ്ണുണ്ടല്ലോ. അങ്ങനെ ഒരാളോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എടുക്കുമായിരുന്നല്ല. എന്തിനെ കളി? എന്നോട് ഭയങ്കര പിരിച്ചുണ്ടെന്ന് കാണിക്കാനായിരുന്നു. ആ കളിയിൽ നമുക്കിപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഫീൽ ചെയ്താൽ അയാൾ കൈ തെറിച്ചു പോകാത്ത ഭാഗ്യം. എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഇതെന്നെ പറയുന്നത് വലയിൻ അസാബക്കും ഫളലും മിനല്ലാഹ്,
അള്ളാഹുവിൻ്റെ മക്കൾ നിന്നുള്ളൊരു ഫضലാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വെക്കാം. കഫതഹിൻ വിജയം കിട്ടി, ഗനീമത്തും കിട്ടിയാൽ ലയഖൂലന്ന അജ്ഞങ്ങൾ പറയും നദാമതൻ അലാ തസ്ബീതിഹി യുദ്ധത്തിൽ പോകാതെ പിന്തിരിഞ്ഞതിന് ഖേദിച്ചിട്ടും വഖുഊദിഹി അവിടെ പോകാതെ ഇരുന്നതിനും വതഹാലുകൻ അലാ ഹുതാമി ദുനിയ ദുനിയാവിൻ്റെ ഹുതാമ് നഷ്ടപ്പെട്ടതിന് ഹലാക്കയിച്ചു കിട്ടില്ലോ. കഅല്ലം തകും ബൈനകും വബൈനഹു മവദ്ദ ലയഖൂലൻ്റെ മഖൂല് പറയുന്നില്ലേ, ലയഖൂലൻ്റെ മഖൂല് യാ ലൈതനി എന്നാ പറയാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ കോല പറയുന്നത് കഅല്ലം തകും ബൈനകും വബൈനഹു മവദ്ദത്തുൻ. അതെന്താ ഏത്തിറാദുൻ, അതൊരു മുത്തറദാ ജുംലയാണ്. വസ്വിത ബൈനൽ ഫിഅലി വമഫ്ഊലിഹി ഫിഅലിൻ്റെയും മഫ്ഊലിൻ്റെയും ഇടയിലുള്ളതാ. ഏതാ ഫിഅലി? ലയഖൂലന്ന. മഖൂൽ ഏതാ? യാ ലൈതനി. അതിൻ്റെ ഇടയിൽ ഒരു ഏത്തിറാദ്. അല്ലതി ഏതാ? മഫ്ഊൽ ഹുവ യാ ലൈതനി എന്നുള്ളതാണ്. അതിനിടയിൽ മുഅത്തറദാണ്. നിങ്ങളുടെയും അവരുടെ ഇടയിൽ ഒരു മവദ്ദത്തും ഇല്ലാത്ത പോലുള്ള പഠിച്ചതാണ്. യാ ലൈതനി കുൻതു മഅഹും ഫഅഫൂസ ഫൗസൻ അലീമാ. ഇതാണ് അവർ പറയുന്നത്. എൻ്റെ ലൈത്ത, ഞാനെങ്ങാനും അവരോട് പോയിരുന്നെങ്കിൽ ആ യുദ്ധത്തിൽ ഫഅഫൂസ ഫൗസൻ അലീമ വമ്പിച്ച നേട്ടം കൊയ്യാമായിരുന്നല്ലോ. ഞാൻ രക്ഷപ്പെട്ടു ഇപ്പോൾ. പിന്നെ ഇല്ലാത്ത പോലെ എങ്ങനെയുണ്ട്? എല്ലാം തക്കുൻ എല്ലാം ലം തക്കുൻ എന്ന് പറഞ്ഞാലും ഇല്ല ഇല്ലാന്നല്ല. അതെ അതെ എന്ന് പറഞ്ഞാല് നബി സഹാബത്തും ബൈനഹു എന്ന് പറഞ്ഞാൽ ഈ പിന്തിരിഞ്ഞ അവൻ്റെ ഇടയിൽ ഒരു മബദ്ധത്തും ഇല്ലാത്ത പോലെ ഇപ്പോൾ ഉള്ളത്. അതെ, ലാഹില തോന്നുന്നല്ലേ, ഞാൻ പരത്തണം. പക്ഷെ എന്ന് പറയില്ലേ, ഒന്നുകൂടെ നോക്കാൻ പറയും. തഫ്സീർ പറയണ്ടല്ലോ എന്നാ. അപ്പം നമുക്ക് നല്ല ഗനീമത്തിൽ ആ ഫൗസ് ഏതാ? മറ്റേ ഫഖദ ഫൗസൻ അലീമല്ല. ഇവർ കാണുന്ന ഫൗസ് ഏത്? നല്ല പൈസ ഇട്ടില്ല. അവിടെ അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഫൽ യുഖാതിൽ, യുദ്ധം ചെയ്യട്ടെ. ഫീ സബീലില്ലാഹി, അള്ളാഹിൻ്റെ ഫീ സബീൽ യുദ്ധം ചെയ്യട്ടെ. അപ്പോൾ ഫൽ യുഖാതിലിൻ്റെ ഫായിലായത് മഫ്ഊലേത്. ഫൽ യുഖാതിൽ എന്ന് പറയുമ്പോൾ അതിനൊരു ഫായില് വേണ്ടേ? നമുക്കിപ്പോൾ ലാഹിറിൽ തോന്നുന്നത് അല്ലദീന യശ്റൂനൽ ഹയാത്തദ് ദുനിയ എന്നാ തോന്നിപ്പോവുക. ആഖിറത്തിനെ വിട്ടിട്ട് ദുനിയാവിനെ തിരഞ്ഞെടുക്കുന്ന ആൾ യുദ്ധത്തിന് പോട്ടെ എന്നല്ല ഇപ്പം കിട്ടുക. അപ്പം അല്ലദീന മഫ്ഊല വേണ്ടി. മനസ്സിലൊന്നുമില്ല. അപ്പം ഫൽ യുഖാതിൽ എന്ന് പറഞ്ഞാൽ അതിന് പറയും. അപ്പം ഇപ്പം ഫായിൽ സങ്കല്പിക്കാം, അള്ളാഹിൻ്റെ ഫീ സബീൽ യുദ്ധം ചെയ്യട്ടെ എന്നൊക്കെ. എന്നല്ലേ പറഞ്ഞേ? അവിടെ നിന്ന് പണ്ടേലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ബൈഉൻ ശിറാഉൻ നടന്ന ഒരു തസ്ബീഹുണ്ട്. അപ്പൊ ഇവരെ കയ്യിൽ എന്തുണ്ട്? ആഖിറമുണ്ട്. അതെന്താക്കി ചാടിയിട്ട് ഹയാത്തുദ് ദുനിയാനെ വാങ്ങി. അതാണല്ലോ നഷ്ടക്കച്ചവടം എന്ന് മുമ്പ് പറഞ്ഞത്. അതാണ് എന്താക്കി യബീഉനഹ ബിഹ,
യബീഊനഹ എന്ന് പറഞ്ഞാൽ ആഖിറത്തിന് ഓറ് വെക്കും, ബിഹാ ദുന്യാവിൻ്റെ ഹയാത്തിന് വേണ്ടിയിട്ട് അല്ലേ. എന്നിട്ടോ വയഹ്റു, അപ്പം അതിലല്ലേ ഇവിടെ വന്നത്. അതെ, ഫായിലായി ഐ യബീഊനഹ എന്ന് പറഞ്ഞാൽ എന്താക്കും, ദുന്യാവിനെ വിൽക്കും. അല്ലെങ്കിൽ അപ്പത്തെ ജവാബ് ശരിയാവില്ല. പിന്നെ വയഹ്റൂനൽ ആഖിറ, ആഖിറത്തിന് ഓരെടുക്കും. അപ്പം ബാ വന്നത് എന്തിലാന്ന്, കൊണ്ടുവന്നതിലാന്ന്. മുമ്പറല്ലേ ബാ കൊടുത്താൽ മകത്തിയെ, ഞാൻ ഈ സാധനം 10 ദിർഹമിന് വാങ്ങി എന്ന് പറഞ്ഞാൽ ബി അശറത്ത് ഇബ്രാഹിമ ബാഗെന്തിലാ കിടന്ന് കൊടുത്തേയില്ലാന്ന്. നമുക്ക് ബിഅതു ഇഷ്തറൈതു ഹാദ, ഈ സാധനം വാങ്ങിയത് ബി അശറത്തിൽ 10 കൊടുത്തിട്ടാന്നാണ്. അപ്പം 10 കൊടുക്കപ്പെട്ടതിലാണ് ബാ കിടന്നത് ഇവിടെ. അപ്പം അർത്ഥം വെക്കും നോക്ക്. യബീഊനഹ എന്ന് പറഞ്ഞാൽ എന്താക്കും, ഹയാത്തുദ്ദുന്യാന അവർ വിൽക്കും. ബിഹ എന്ന് പറഞ്ഞാൽ ആഖിറത്തിന് പകരം, അവിടെ ബിൽ-ആഖിറ. അപ്പം വയഹ്റൂനൽ ആഖിറ, ആഖിറത്തെ ബദലഹാന്നായി. അപ്പം ഇവരെ അതായി മുഅ്മിനീങ്ങളായി. അപ്പം അതേതാണ് ഫൽ യുഖാത്തിൻ്റെ ഫായിലിനെ സങ്കല്പിച്ചല്ലേ. അപ്പം ഇപ്പം അല്ലദീന ഫായിലായി. അതെ. അപ്പം ഫൽ ഫാഉ, എവിടെ ഫാ, ഫൽ യുഖാത്തിൽ ജവാബ് ഷർത്തി മുഖദ്ദരിൻ, മുഖദ്ദറായ ഒരു ഷർത്തിൻ്റെ ജവാബാണ് ഫൽ യുഖാത്തിൽ. ഫാക്കൊരു മഹല്ല് വേണ്ടേ. എവിടെ ഷർത്ത്, ഇൻ ബത്തഅ ഹൗലാഇ, ഈ മുനാഫിഖീങ്ങൾ പിന്തിരിഞ്ഞു പോയാലും, അനിൽ ഖിതാലി, ഖിതാലിനെ തൊട്ട് പോയാലും, ഫൽ യുഖാത്തിലിൽ മുഖ്ലിസൂൻ, മുഖ്ലിസീങ്ങൾ യുദ്ധത്തിന് കഴിഞ്ഞോട്ടെ, ഉറ വേണ്ട. അത് അൽ ബാദിലൂന അൻഫുസഹും ഫീ തലബി ഇലല്ലാഹി തആല, അല്ലാഹു തആലാന്റെ പൊരുത്തം തേടുന്ന വിഷയത്തിൽ അവർ സ്വന്തം റൂഹിനെ തന്നെ നൽകുന്നവരാണ് ആര്, മുഖ്ലിസീങ്ങൾ. അവർ ചെയ്തോട്ടെ. അപ്പം ഫൽ യുഖാത്തിൽ എന്നിപ്പം മൂപ്പർ എന്താക്കിയെന്നറിയോ, യശ്റൂനൽ ഹയാത്തുദ്ദുന്യ, ഹയാത്തുദ്ദുന്യാനെ വിറ്റ് എന്ന് അർത്ഥം കൊടുത്തത്. ആഖിറത്തിന് ഒരെടുത്തു വന്നു. തിരിച്ചു വച്ചാൽ കിട്ടില്ല. എങ്ങനെയെന്ന്, അല്ലതിന് മഫൂലായിട്ട് കിട്ടുക. അത് ആരോടാണോ യുദ്ധം ചെയ്യേണ്ടത്, ആ ചെയ്യപ്പെടേണ്ടുന്ന മറുവശത്തിനെ കുറിച്ചാണ് അങ്ങനെ സൂചന വരിക. അത് മനസ്സിലായില്ല ആളാ. വമൻ യുഖാതിൽ ഫീ സബീലില്ലാഹി, അല്ലാഹുവിൻ്റെ സബീലിൽ ഒരാൾ യുദ്ധം ചെയ്ത് എന്നിട്ടോ ഫയുഖ്തൽ, അവർ കൊല്ലപ്പെട്ട് നോക്കും. ഔ യഗ്ലിബ്, അല്ലെങ്കിൽ വിജയിച്ച് നല്ല ഫത്ഹോടുകൂടി വന്നെന്ന് പറയാം. എന്നാലും അവർക്ക് രണ്ടിനും കൂലിയുണ്ട്. ഫസൗഫ നുഅ്തിഹി അജ്റൻ അലീമാ. അതും തഫ്സീറിൽ മൂപ്പറ പോയ ശൈലി മനസ്സിലായില്ല. അജ്റുൻ അലീമിന് അല്ലാഹു തആല കൊടുക്കും. എങ്ങനത്തെ അജ്റൻ അലീമെന്ന്, ലാ യുഖാദറു ഖദ്റഹു, അതിൻ്റെ ഖദ്ർ വർണ്ണിക്കാൻ നമുക്ക് സാധിക്കൂല. ഇനി വഅദലഹു ബിൽ അജ്റിൽ അലീമി ഗലബ ഔ ഗുലിബ. കണ്ട, അവരെന്താക്കി, അജ്റുൻ അലീം കൊണ്ട് അതിന് യുദ്ധം ചെയ്താൽ അല്ലാഹു തആല കൊടുത്തത് അജ്റുൻ അലീമാണ്. എന്തിന്, ഫയുഖ്തൽ എന്ന് പറഞ്ഞാൽ ഷഹീദായി. അപ്പം ഗലബ ഔ ഗുലിബ, അപ്പം ലഫ്നസർ ഗൈറ മുറത്തബായി. അല്ലെങ്കിൽ ഗുലിബ ഔ ഗലബ, അങ്ങനെ വായിച്ചാൽ നേരെയായി. ഗുലിബ എന്ന് പറഞ്ഞാൽ ഫയുഖ്തലിൻ്റെ നേരെ മേലെ കിട്ടില്ലേ. വഇന്നമാ ഖാല ഫയുഖ്തൽ ഔ യഗ്ലിബ്. അപ്പം 2 ശിഖ അവിടെ പറഞ്ഞിട്ടുണ്ട്. എവിടെ, ഫയുഖ്തൽ ഔ യഗ്ലിബ്, രണ്ടാലൊന്നില്ലേ. അത് തംബീഹൻ അലാ അന്നൽ മുജാഹിദ യംബഗി അൻ യസ്ബുത ഫിൽ മഅറക, യുദ്ധക്കളത്തിൽ ഉറച്ചിരിക്കണം എന്നതിൻ്റെ സൂചനയാണ്. കാരണം എന്തായാലും കൂടി കിട്ടും. അജ്റുൻ അലീം കിട്ടൽ ഉറപ്പല്ലേ. ഹത്താ യുഅസ്സ നഫ്സഹു ബിശ്ശഹാദ, ഷഹാദത്ത് കൊണ്ട് അവൻ്റെ നഫ്സിനെ ആദരിക്കാൻ വേണ്ടി. വഅല്ലാ യകൂന ഖസ്ദുഹു ബിദ്ദാത്തി ഇലൽ ഖത്ലി,
അപ്പോൾ ഖാത്തിലിലേക്ക് ബില്ലാത്ത് മഖ്സൂദാക്കണ്ട. ബൽ ഇലഇൽ ഹഖ്, ഹക്കിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി, അതാണ് മഖ്സൂദും ബില്ലാത്ത്. അപ്പം തോക്കല് ജയിക്കല് എന്നുള്ളത് നമുക്കുടെ പ്രശ്നം. അപ്പം എന്താകും, തോറ്റാൽ ഷഹീദായിട്ട് വലിയ പദവി കിട്ടും, ജയിച്ചാലോ ഗനീമത്തിനോ. ഇത് രണ്ടും ലക്ഷ്യാക്കണ്ട. വൈസാസുദ്ദീൻ, ദീനിനെ ആദരിക്കലും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തകഫലല്ലാഹു ലിമൻ ജാഹദ ഫീ സബീലിഹി, അല്ലാഹുവിൻ്റെ ഫീ സബീലിൽ മുജാഹദ ചെയ്താൽ അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. എങ്ങനെ പോകണം? ലാ യുഖ്രിജുഹു ഇല്ലാ ജിഹാദുൻ ഫീ സബീലിഹി വ തസ്ദീഖു കലിമതിഹി. തകഫലാൻ്റെ മഫ്ഊല് പറയുന്നേ ഉള്ളൂ, അവൻ്റെ അടക്കം നിയ്യത്താ പറഞ്ഞത്. അവനെ അതിലേക്ക് പുറപ്പെടുവിക്കൂല. അള്ളാഹിൻ്റെ ഫീ സബീലിലുള്ള ജിഹാദും അള്ളാഹുവിൻ്റെ കലിമത്തിനെ സത്യമാക്കലും അല്ലാത്ത ഒന്നെന്താക്കൂല, അവനെ പുറപ്പെടുവിക്കാൻ പാടില്ല. ലാ യുഖ്രിജുഹു ഇല്ല സ്വലാത്തു എന്ന് പറഞ്ഞില്ല. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നിസ്കാരമല്ലാതെ മാറ്റവനാട് നടത്തി വിട്ടിട്ടില്ല. നിസ്കാരം അല്ലായിരുന്നുവെങ്കിൽ പോകൂല. എന്താണ് ഏറ്റത്? അൻ യുദ്ഖിലഹുൽ ജന്ന, ഒന്നെങ്കിൽ സ്വർഗത്തിൽ കയറ്റാൻ. അപ്പോൾ ഏതായി ഇപ്പോൾ യുക്തൽ എന്നതിലേക്ക് എത്തി. ഔ യർജിഉഹു ഇലാ മസ്കനിഹി അല്ലദീ ഖറജ മിൻഹു, ഏതൊരു നാട്ടിൽ നിന്നാണോ മസ്കനിൽ നിന്നാണോ അവൻ പുറപ്പെട്ടത് അവിടത്തേക്ക് മടങ്ങിയെത്തലി, അതിടത്തേക്ക് ആ യഗ്ലിബിലേക്ക്. നാഇല മാ നാല മിൻ അജ്റിൻ ഔ ഗനീമ, അവർക്ക് എന്തെന്ന് കിട്ടി? ഒന്നുകിൽ അജ്ർ കിട്ടിയിട്ടുണ്ടാകും, അല്ല ഗനീമത്ത് കിട്ടിയിട്ടുണ്ടാകും. ഗനീമത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താക്കും? പകരം ഷഹാദത്ത് കിട്ടിയിട്ടുണ്ടാകും. വഫിൽ ഹദീസി മൻ ജഹദ ഗാസിയൻ ഫീ സബീലില്ലാഹി, അല്ലാഹുവിൻ്റെ ഫീ സബീലിൽ ഒരു ഗാസിനെ ഒരാൾ അണിഞ്ഞൊരുങ്ങി അയച്ച് എന്നാൽ ഫഖദ് ഗസാ, ഇവരും യുദ്ധം ചെയ്തതിൻ്റെ കൂലിയിലാണ്. പോകാൻ കഴിയാത്താക്ക് എന്താകണം? സഹായിച്ചു കൊടുക്കണം. വമൻ ഖലഫ ഖാസിയൻ, ഒരു ഖാസി ഉണ്ടല്ലോ യുദ്ധത്തിന് പോകുന്നത്, അയാൾക്ക് പകരം നിന്ന് നീ എല്ലാം പോയിട്ട് വാ, നിൻ്റെ കാര്യമെല്ലാം ഞാൻ നടത്തിക്കോളാം, നിൻ്റെ പോരൊക്കെ ഒരു വിഷമങ്ങളില്ല, ഇവിടുന്ന് സാധനം എത്തിക്കും, അതിന് സംരക്ഷണം നടക്കും, എല്ലാം ഞാൻ നടത്താമെന്ന് പ്രതിനിധിയായി. ബി ഖൈറിൻ, ഖൈർ കൊണ്ടായിരിക്കണം. എന്നാൽ ഫഖദ് ഖസ, അവരും യുദ്ധത്തിൻ്റെ കൂലി തന്നെയാണ്. ഐ കാന ഖലഫൻ ലി അഹ്ലി ബൈത്തിഹിൻ, ആ യുദ്ധത്തിന് പോയ പരക്കാറുണ്ടല്ലോ അവർക്ക് എന്തായി? ഇയാൾ ഒരു പ്രതിനിധിയായിട്ടാണ് നിന്ന്. എന്തിന്? ഫീ ഇഖാമത്തി ഹവായിജിഹിം വ തത്മീമി മസാലിഹിഹിം, അവരുടെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കണം, അതുപോലെ മസ്ലഹത്ത് ചെയ്തു കൊടുക്കണം. ഈ വിഷയത്തിൽ പ്രതിനിധിയായിട്ട് പുരക്കുന്നുണ്ട്. വഫളായിലുൽ ജിഹാദി ലാ തകാദു തുൽബതു, ജിഹാദിൻ്റെ ഫളായിലുകൾ എണ്ണിയാ തീരൂല. വൽ ആയത്തു, ആയത്ത് വഇൻ നസലത് ഫിൽ ഹർബി, കണ്ടോ ഹർബിലാണ് ഇപ്പോൾ ഇറങ്ങിയത് യുദ്ധത്തിന്. ലാകിൻ യഖ്തലി ഇത്ലാഖു ലഫ്ളിഹാ ഉജൂബൽ മുബാദറതി ഇലൽ ഖൈറാത്തി കുല്ലിഹാ, എല്ലാ ഖൈറാത്തിലേക്കും ഉടനടിയായി ഇറങ്ങിച്ചീർക്കൽ വാജിബാണ് എന്നതിലേക്ക് എന്താക്കും? അതിൻ്റെ മാന വെക്കും. അതൊരു മുജാഹിദയാണല്ലോ. അപ്പം എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ളതല്ല. അപ്പം ബാങ്ക് കൊടുത്ത ഉടനെ അവൻ്റെ അത് അപ്പം കിട്ടുന്ന സമയങ്ങളൊക്കെ ഉപയോഗപ്പെടും അതിൽ. അപ്പം ഹർബ് എന്നുള്ള ഖുസൂസല്ല ഇപ്പം നോക്കുന്നത്, മറ്റുള്ള എല്ലാ ആമാണ്. കൈഫമാ അംകന, സൗകര്യപ്പെടുന്നിടത്തോളം ഖബലൽ ഫവാത്ത്, അവസരം നഷ്ടപ്പെടുന്നതിന് മുമ്പായിട്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാദിറൂ ബിൽ അഅമാൽ, അഅമാലുകളെ കൊണ്ട് നിങ്ങൾ എന്താക്കണം? ഉളരി വരണം. ഖബല അൻ തജീഅ ഫിതനുൻ, ഫിത്നകൾ വരുന്നതിന് മുമ്പായിട്ട്. എങ്ങനത്തെ ഫിത്നക? ഖിതഇൽ ലൈലിൽ മുളിമി, ഇരുട്ടുള്ള രാത്രിയുടെ കഷ്ണങ്ങളെപ്പോലെ കറുത്തിരുണ്ട ഫിത്ന എന്താക്കും? ബന്ധളിയും. ആ ഫിത്ന വന്നാൽ ഇതൊന്നും ചെയ്യാനും കഴിയില്ല. കിട്ടിയ ചാൻസിൽ എന്താക്കണം? ചെയ്യാനുള്ള കാര്യം ചെയ്തേക്കണം. അപ്പം യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ, ഒരു മുഅ്മിനായ മനുഷ്യൻ രാവിലെയായി വൈകുന്നേരം നമുക്ക് കാഫിറാവും. അങ്ങനത്തതാണ് സാഹചര്യം. ഇനി വയുംസി മുഅ്മിനൻ, വൈകുന്നേരം മുഅ്മിനായ മനുഷ്യൻ വയുസ്ബിഹു കാഫിറാ, തിരിച്ചും അങ്ങനത്തെ പ്രസംഗങ്ങൾ കേൾക്കും, ലേഖനങ്ങൾ വരും,
അങ്ങനെ ഫോണിൽ ഇത് വരും. അപ്പം എല്ലാവർക്കും കടയാട്ടെ. യബീഉ ദീനഹു, അവൻ്റെ ദീനിനെ അവൻ വിറ്റുകളയും. ബിഅറളിൻ മിനദ് ദുനിയാ, ദുന്യാവിൽ നിന്നുള്ള എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയാൽ, അറളിൻ എന്നുള്ള തൻവീന കൊടുത്തു. ദുന്യാവിൻ്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടിയാൽ ദീൻ വേണം. وعن الزبير بن عدي رضي الله عنه قال أتينا أنس بن مالك رضي الله عنه അടുക്കലേക്ക് നമ്മൾ പോയി. فشكونا إليه, മൂപ്പരോട് പരാതി ബോധിപ്പിച്ച്, മാ നൽകാ മിനൽ ഹജ്ജാജിൻ്റെ വക്കൽ നിന്നുള്ള ശിക്ഷയും അക്രമങ്ങളും നേരിടുന്നുണ്ടല്ലോ, അത് അനസ് തങ്ങളോട് പറഞ്ഞു. ഫഖാല, മൂപ്പർ പറഞ്ഞത്, ഇസ്ബിറൂ, നിങ്ങൾ സബൂർ ചെയ്തോ. എന്തുകൊണ്ട്? ഇനിയും ഒരാളെ പ്രത്യേകിച്ച് ഹജ്ജാജിനേക്കാൾ നല്ലതൊന്നും ഇനി വരില്ല. ഓരോ ശേഷം വരുന്നത് മുമ്പുള്ളതിന് ഹൈറ്, മുമ്പ് കഴിഞ്ഞതിന് ഹൈറ് എന്ന് പറയേണ്ടി വരും. അതാ ഫഇന്നഹു ലാ യഅതി സമാനുൻ, ഒരു കാലം വരൂല, ഇല്ലാ വല്ലദീ ബഅദഹു, ശേഷം വരുന്നത് ശർറും മിൻഹു, മുമ്പ് കഴിഞ്ഞതിനേക്കാണ് ഷർറായിട്ടല്ലാണ്ട് വരൂല. എത്ര പേരെ ശേഷം വരുന്ന മുമ്പുള്ളതിനെ മറപ്പിച്ചോളെ, അത് സാരയില്ലായിരുന്നു, ഇപ്പോൾ അത് ഭയങ്കര, ഇത് പോയിട്ട് വേറൊന്ന് വരുമ്പോൾ ഇതിനേക്കാൾ നല്ല വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഹത്താ തൽഖൗ റബ്ബക്കും, റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ അങ്ങനെയുണ്ടാവും. ഇത് ഞാൻ പറയുന്നതല്ല, സമിഅതുഹു മിൻ നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ വക്കൽ നിന്ന് ഞാൻ കേട്ടതാ പറയുന്നത്. അപ്പോൾ സനദ് സുബൂത്തയില്ലേ, അഖ്റജഹുൽ ബുഖാരി വത്തിർമിദി. ഇനി വഅലം അന്നൽ ഉദ്ദത വസ്സിലാഹ ഫീ ജിഹാദിൻ നഫ്സ് വശൈത്വാനി, ശൈത്താനിനോട് മുജാഹദ ചെയ്യാനും നഫ്സിനോട് മുജാഹദ ചെയ്യാനും എന്തുണ്ട്, കുറേ ആയുധങ്ങളും കുറേ മുന്നൊരുക്കങ്ങളൊക്കെ വേണം. അതിനും കുറേ യുദ്ധക്കോപ്പെല്ലാം വേണം. അതാ ശരിയായ യുദ്ധം. യാനി ആലത്തെ കിതാലിഹിമ, അവരോടുള്ള കിതാലിൻ്റെ ആലത്ത് ദിക്റുല്ലാഹി, അതിൻ്റെ ഖബറാന്നത് അള്ളാഹുവിൻ്റെ ദിക്റാന്ന് അതിൻ്റെ ആലത്ത്. ഏത് ദിക്റ്? അതിൻ്റെ ദിക്റുണ്ട്. വബിഹി, ആ ദിക്ർ കൊണ്ട് മാത്രമാണ് യതഖല്ലസുൽ ഇൻസാൻ, മനുഷ്യൻ രക്ഷപ്പെടുന്നത്, മിൻ കൗനിഹി അസീറൽ ഹവൻ നഫ്സാനി, നഫ്സാനിയായ തടിഹവയുടെ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടൽ എങ്ങനെയാ? ദിക്ർ കൊണ്ട് മാത്രമാണ്. കേൾക്കുന്നില്ലേ? ഇപ്പം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യഖഉദു ഖൗമുൻ യദ്കുറൂനല്ലാഹ, അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലുന്നവരായിട്ട് ഒരു ഖൗമും ഇരിക്കൂല, ഇല്ലാ ഹഫത്തുഹുൽ മലായിക, അല്ലാഹുവിൻ്റെ മലക്കുകളെ വലയം ചെയ്തിട്ടല്ലാതെ. അപ്പോൾ മലായികത്ത് ആദ്യം റെഡിയായിട്ട് വന്ന്, വഗശിയത്തുഹുർ റഹ്മ, അല്ലാഹുവിൻ്റെ റഹ്മത്ത് അവരെ പൊതിയുകയും ചെയ്യും. ആരും ഒഴിവാക്കാണ്ട് പൊതിയുന്ന ഖശിയാൻ്റെ വാക്ക്. വനസലത്ത് അലൈഹിമുസ് സക്കീന, സക്കീനത്ത് ഇറങ്ങുകയും ചെയ്യും. ഇതിന് മറ്റൊരു ക്ലാസ് വ്യാഖ്യാനിച്ചാൽ, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മുഖറബീങ്ങളായ മലായിക്കത്തിൻ്റെ ഇടയിൽ ഇവരെ അള്ളാഹു പുകഴ്ത്തി പറയും. അപ്പം എന്താന്ന് പറഞ്ഞാൽ മക്കാനിയ എന്തല്ല, അവർക്ക് ഭൂമിയിലേക്കും ജനങ്ങളിലേക്കും ഇറങ്ങേണ്ട ആവശ്യമില്ലാതെ അള്ളാഹു അവർക്ക് പ്രത്യേക പദവി കൊടുത്തിട്ടുണ്ട്. അവരോടാണ് ഇവിടെ കണ്ട എന്നിട്ട് പുകഴ്ത്തി പറയും. മിഞ്ഞാന്ന് പറഞ്ഞില്ല, ഔറത്ത് പേശും തുറന്നല്ലാന്ന് ഖസായിസിലുണ്ട്. ഒരൊറ്റ മഖലൂക്കും എൻ്റെ ഔറത്ത് കണ്ടിട്ടില്ല എന്നൊരു ഹദീസ്. കണ്ടെങ്കിലും എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ആ തെവിയിൽ കൊടുത്തത് വളരെ കറക്റ്റ് നസ്സായിട്ടുണ്ട്. ഖനീഫിനോട് 80% യോദ്ധാക്കൾക്കല്ലേ, അപ്പോൾ യുദ്ധത്തിന് ഷഹീദായ അവർ കുടുംബത്തിന് കൊടുക്കും. അതിന് പെർസെൻറ്റേജ് ആ യുദ്ധത്തിന് പോയാൽ അതൊന്ന് ആലോചിക്കണം. അതെ, 20% ബൈത്തുൽ മാലിലേക്ക് പോയി, ബാക്കി 80 ഉണ്ട്. ആ യുദ്ധത്തിൽ ഷഹീദായവരുണ്ടാവുമല്ലേ, അവർക്ക് ഖനീഫത്തിന് 80 കിട്ടോ? പല ഖലീഫായ മസാല കൊണ്ട്
എനിക്ക് ഫിഖ്ഹൊന്നും അങ്ങനെയൊന്നും അറിയില്ല. നമുക്ക് നോക്കാനുള്ള ഒരു വകുപ്പായി ഇങ്ങനെ ഒരു ചോദ്യം പറ്റും. ആടാമല്ല യുഹാനൂന്നാന്ന് വായിക്കേണ്ടെന്ന് പറഞ്ഞു. അത്യാവശ്യം വിശദീകരണത്തിൽ കിതാബ് നോക്കിയാൽ കിട്ടുമോ? കാല യഹീനു കാലെ ആ വസനുണ്ടാവില്ലേ കൈന് ബാധിച്ച് നിങ്ങളെ ചെയ്യാൻ. وعن أبي واقد الحارث بن عوف رضي الله عنه أن رسول الله صلى الله عليه وسلم بينما هو جالس في المسجد والناس معه നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഇരിക്കുന്ന ചുറ്റുഭാഗത്ത് ജനങ്ങളുമുണ്ട്. ഇത് അക്മല സലാസത്തു നഫരിൻ 3 വ്യക്തികൾ അവിടെ വന്നു. ഇത് മുമ്പ് കഴിഞ്ഞ ഹദീസാണ്. ഫഅക്മല ഇസ്നാനി 2 ആൾ മുന്നോട്ട് വന്ന് ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്. വദഹബ വാഹിദൻ ഒരാൾ വരാതെ പോയി ചെയ്തു അല്ലേ. ഫവഖഫ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു രണ്ടിൽപ്പെട്ട ഒരാൾ ഹൽക്കയിൽ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ ആ മജ്‌ലിസിൽ രണ്ടിൽപ്പെട്ട ഒരാളില്ലേ അവരുടെ പിന്നിൽ വരുന്നു. മൂന്നാമത്തെ ഒരാൾ പോയി എന്ന് പറഞ്ഞല്ലോ. ദിക്റെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ് അലാ ഉഖ്ബിറുക്കും അനിൻ നഫരി സലാസതി 3 കൂട്ടരെ പറ്റി ഞാൻ പറഞ്ഞിട്ടെ. അമ്മ അഹദുഹും ഒരാള് അള്ളാഹിനെ കൊണ്ട് അണഞ്ഞു വന്നപ്പോൾ അള്ളാഹു തആല അവനെയും സ്വീകരിച്ചു. മറ്റൊരാൾ അയാൾ ഒഴിഞ്ഞു പോയപ്പം അയാളുടെ റഹ്മത്തിൽ നിന്ന് അയാൾ ഒഴിവായി. അതെ ഇനി മടങ്ങിപ്പോയാള് അള്ളാഹെന്താക്കി അവഗണിച്ചപ്പോൾ ഫഅറളല്ലാഹു അൻഹു അള്ളാഹു തആലയും അവനും ഒഴിവാക്കി. ഇനി അവിടെ തീർന്നു. ഇനി പറയാൻ പോകുന്ന ഇതാണ് യുദ്ധം ചെയ്യേണ്ട അനിവാര്യതകളെയാ പറയുന്നത്. വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദ്അഫീന മിന الرجال والنساء والبلدان. വമാ ലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? അയ്യു ശൈഇൻ ഹസല ലക്കും മിനൽ ഇലലി എന്താണ് നിങ്ങൾക്ക് കാരണം ബാധിച്ചത്? അയ്യുഹൽ മുഅ്മിനൂൻ എന്തില് ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി അല്ലാഹുവിന്റെ ഫീ സബീലിൽ നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല. ഐ താരിഖീനൽ ഖിതാല നിങ്ങൾ ഒഴിവാക്കി. യാനി ലാ ഉദ്റ ലക്കും നിങ്ങൾക്ക് പറയാൻ ഉദ്റില്ല എന്ന അർത്ഥം. എന്നല്ലാണ്ട് നിങ്ങൾക്ക് എന്താ ഉള്ളത് എന്ന് അള്ളാഹ്ക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടലല്ല ഇത്. ഫീ തർക്കിൽ മുഖാതലത്തി അത് വഹാദാ ഇസ്തിഫ്ഹാമുൻ ബിമാന തൗബീഹ് ഒരു ആക്ഷേപസ്വരത്തിലുള്ള ഇസ്തിഫാമാണ്. എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയി? എന്തുകൊണ്ട്? ഫീ സബീലില്ലാഹിലൊരു യുദ്ധം, 2 വൽ മുസ്തദ്അഫീങ്ങളെ വിഷയത്തിലുള്ള യുദ്ധം. ആരാത്? അത്ഫുൻ അലാ സബീൽ ഫീ സബീലില്ലാഹിന്റെ മുള്ള അത്ഫാണ് വൽ മുസ്തദ്അഫീന. വൽ മാനാ മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി ഒന്ന് وفي خلاص المستضعفين وفي خلاص الذين استضعفهم الكفار കുഫാർ പീഡിപ്പിച്ച് തടവിലെല്ലാം വെച്ചിട്ട് ഇവരൊന്നും ബുദ്ധിമുട്ടാക്കുന്ന അവരെ മോചിപ്പിക്കാനുള്ള യുദ്ധം അതും വേണം. എന്താണ് ഇസ്തിദ്ആഫ് ബിത്തഅദീബി വൽ അസ്ലത തടവിൽ വെച്ചിട്ടും അദാബ് ചെയ്തിട്ടും. ബഹും ആരാണ്? അല്ലദീന അസ്ലമു ബിമക്ക മക്കയിൽ വെച്ചിട്ട് മുസ്ലിമായി എന്നിട്ടോ ഹിജ്റ പോകാൻ പോകുമ്പോൾ ഇവരെ തടഞ്ഞിട്ടാണ് പിടിച്ചു കെട്ടി. വസദ്ദഹും അൽ മുശ്രികൂന അനിൽ ഹിജ്റയെ തൊട്ടെന്താക്കി തടഞ്ഞു വെച്ചു. ഫബഖൗ ബൈന അദ്ഹുരിഹിം അവരിടയിൽ അവർ കഴിഞ്ഞുകൂടേണ്ടി വന്ന് മുസ്തദില്ലീന മുസ്തദ്അഫീൻ ബലഹീനന്മാരായും അവരെ മുമ്പിൽ നിസാരന്മാരായും കഴിഞ്ഞുകൂടേണ്ടി വന്നിട്ടുണ്ട്. അവരെ മോചിപ്പിക്കാനും യുദ്ധം വേണം. ഇല്ലേ യൽഖൗന മിൻഹും അൽ-അദശ്ശദീദ് കഠിനമായ ബുദ്ധിമുട്ടുകളും ശല്യങ്ങളും അവർ ഏറ്റുവാങ്ങുന്നുണ്ട്.
അതെന്തിനാ മുസ്തദീ പിന്നെ പറഞ്ഞത്? വഇന്നമാ ഖസ്സഹും ബിദ്ദിക്രി. അപ്പോൾ അതും ഫീസബീലിൽ തന്നെയാണല്ലോ. ഫീസബീൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വിശാലല്ലേ. അതെടുത്തു പറഞ്ഞതിന് ലിയന്ന തഖ്ലീസ ളഅഫത്തിൽ മുസ്ലിമീന മിൻ ഐദിൽ കുഫാർ, കുഫാറിൻ്റെ കയ്യിൽ നിന്ന് മുസ്ലിമീങ്ങളായ ബലഹീനന്മാരെ രക്ഷപ്പെടുത്തൽ മിൻ അഅ്ളമിൽ ഖൈരി, ഏറ്റവും വലിയ ഖൈറാകുന്നു. വഅഖസ്സിഹി, അത് പ്രത്യേകമായ ഒരു ഖൈറാന്ന് എണ്ണാനാണെന്നൊക്കെ ഫീ സബീലിൻ്റെ അളമുള്ള മുസ്തദഅഫീൻ അത്ഫാക്കിയത്. ആ മുസ്തദഅഫീൻ ആരുണ്ട്? മിനർ റിജാലുണ്ട്, നിസാ ഉണ്ട്, വിൽദാനുണ്ട്. പുരുഷന്മാരെ കൂട്ടത്തിലുണ്ട്, പിന്നെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അത് ബയാനൻ ലിൽ മുസ്തദഅഫീങ്ങൾക്കുള്ള ബയാനാണ് അല്ലേ. വൽ വിൽദാൻ എന്ന് പറഞ്ഞാൽ അതാ അസ്ബിയാൻ, എല്ലാവർക്കും അറിയാല്ല, ജംഅ വലദിൻ. വൈന്നമാ ദക്കറഹും മിൻ മഅഹും, അവരോടൊപ്പം. ഏത്? റിജാല്, നിസാ. അതിൻ്റെ അപ്പുറം ഒരു വിൽദാൻ എന്തിനാ പറയുന്നത്? ആണിലും പെണ്ണിനും ആരെങ്കിലും ഒന്നിൽ പെട്ടില്ല, പറയും പ്രാന്തം കിട്ടില്ല എന്നതിലുള്ളൂ. അത് പറഞ്ഞത് വൈഫ്രാത്തി ദുൽമിഹിം ബിഫ്രാത്തി ദുൽമിഹിം, അവർ ആ കുട്ടികളെ പോലും വെറുതെ വിട്ടില്ല എന്ന് കാണിക്കണം. ഹൈസു ബലഗ അദാഹുമുൽ അത്ഫാല ഗൈറൽ മുകല്ലഫീൻ, മുകല്ലഫീങ്ങളല്ലാത്ത ചെറിയ പിഞ്ചു മക്കളിലേക്കും കൂടി ഒരു ശല്യം ചെയ്തല്ലോ എന്ന് വരുത്താനാണ് എന്താക്കിയത്. അല്ലെങ്കിൽ റിജാലും നിസാവും പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ചെറിയ എല്ലാവരും വിട്ടില്ലേ, അതാവില്ല. وَدَلَّتِ الْآيَةُ عَلَىٰ أَنَّ اسْتِنْقَاذَ الْأَسَارَىٰ مِنْ أَيْدِي الْكُفَّارِ, കുഫാറിൻ്റെ കയ്യിൽ നിന്ന് തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കൽ എന്നുള്ളത് വാജിബുൻ, അത് വാജിബാണ് എന്നറിയിക്കുന്നു. ബിമാ ഖദറു അലൈഹി, അവർക്ക് ആപതാകുന്ന കാര്യം ഉപയോഗിച്ചുകൊണ്ട്. മിനൽ ഖിതാൽ, ഒന്നെങ്കിൽ ഖിതാലാവട്ടെ, അവിത്തായിൽ മാലി, അല്ലെങ്കിലോ പൈസ കൊടുത്തിട്ടാവട്ടെ, ആകാവുന്ന കാര്യങ്ങളെ കൊണ്ട് മോചിപ്പിക്കണം. എന്നിട്ടോ ആ റിജാല്, നിസാ, വിൽദാനാകുന്ന മുസ്തദഅഫീങ്ങൾ പറയുന്നത് അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി ളാലിമി അഹ്ലുഹാ, അവർ ദുആയാണ്. അവർ പറയുന്നു യഖൂലൂന ലാ ഹീലത ലിഹാഉലാഇൽ മുസ്തദഅഫീന, ആ മുസ്തദഅഫീങ്ങളായ കൂട്ടർക്ക് ഒരു കഴിവുമില്ല. വലാ മൽജഅ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു അഭയവുമില്ല. അപ്പോൾ ഫയഖൂലൂന ദാഈൻ, അവർ ദ്വാരക്കുന്നവരായിട്ടാ പറയുന്നത് റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി ളാലിമി അഹ്ലുഹാ. അപ്പോൾ ളാലിമ് എന്തിൻ്റെ സിഫത്താണ്? അഹ്ലുഹാൻ്റെതാണ്. മൊത്തത്തിൽ ഹാദിഹിൽ ഖറിയ അത് മൗസൂഫ്, മനസ്സിലാകുന്നില്ല? ഖറിയൻ്റെ സിഫത്താണ് അല്ലാലിമി അഹ്ലുഹ, അതിൻ്റെ അഹ്ലുകാർ ളാലിമികൾ, അങ്ങനത്തെ ഖറിയ. അപ്പം ളാലിമാരുടെ സിഫത്ത് അഹ്ലിൻ്റെ. അപ്പോൾ അവിടുത്തെ അഹ്ലുകാർ ളാലിമാണ്. എന്തുകൊണ്ട് ളാലിമായി? ബിശ്ശിർക്കി വബിഅദിയ്യത്തിൽ മുസ്ലിമീൻ, അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് വെക്കുകയും ചെയ്തു, മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്തു. അപ്പോൾ രണ്ട് വകുപ്പിലുണ്ടായി ളാലിമീങ്ങളായി. അതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കണമേ. വജഅൽ ലനാ മിൻ ലദുൻക വലിയ്യാ, നിന്റെ വക്കൽ നിന്ന് ഒരു വലിയനെ നീ ഞങ്ങൾക്കാക്കി തരണം. ഐ വല്ലി അലൈനാ വാലിയൻ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു നേതൃത്വം നമുക്ക് നൽകണമേ. പറഞ്ഞു വജഅൽ ലനാ മലിക്കൻ നുഖാത്തിൽ ഫീ സബീലില്ലാഹ്. താലൂത്തിനെ പറ്റി പറഞ്ഞു, അവിടെ പറഞ്ഞവരെ എങ്ങനത്തെ വലിയാവണം? യഖൂമു ബിമസാലിഹിന, നമ്മുടെ മസ്ലഹത്ത് കൊണ്ട് അയാൾ നിലനിൽക്കും. വയഹ്ഫദു അലൈനാ ദീനനാ, ദീനിനെ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള നേതൃത്വം. വജഅൽ ലനാ മിൻ ലദുൻക നസീറാ, നിന്റെ വക്കൽ നിന്ന് തന്നെ ഒരു നസീറിനെയും ഉണ്ടാക്കി തരണമേ. യൻസുറുനാ അലാ അഅദാഇനാ, നമ്മുടെ അദാക്കൾക്കെതിരെ സഹായിക്കുന്ന. ഇത് ദ്വാരന്നിട്ട് ഫഖദ് ഇസ്തജാബ അല്ലാഹു ദുആഅഹും, അവരുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകിയിട്ടുണ്ട്. ഹൈസു യസ്സറ ലിബഅദിഹിം അൽ ഖുറൂജ ഇലൽ മദീനത്തി ഖബല അൽ ഫത്ഹി, മക്ക ഫത്ഹിന് മുമ്പ് തന്നെ മദീനയിലേക്ക് പുറപ്പെടാൻ ചിലർക്ക് എളുപ്പമായിട്ടുണ്ട്. വജഅല ലിമൻ ബഖിയ മിൻഹും, അവരിൽ നിന്ന് ബാക്കിയായവർക്ക് അല്ലാഹു തആല കൊടുത്ത് ഖൈറ വലിയ്യിൻ വഅഅസ്സ നാസിരിൻ,
ഏറ്റവും ഹൈറായ ഒരു വലിയുണ്ടല്ലോ നേതൃത്വം, അതിൻ്റെ ഉത്തരം മില്ലതുങ്ക വലിയ നാസിരിൻ, അവർക്ക് ഏറ്റവും നല്ല നാസിറിനെയും അല്ലാഹു തആല കൊടുത്ത് ഫതഹ മക്കത്ത, അങ്ങനെ മക്കം ഫതഹാക്കി അലാ യദൈ നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന. ഫതവല്ലാഹും വനസറഹും, അവരെല്ലാം തങ്ങൾ മുതവല്ലിയായി അവർക്ക് സഹായിച്ചു. സുമ്മസ്തഅമല അലൈഹിം, അവർക്ക് അമീറാക്കി തങ്ങളെ നിശ്ചയിച്ചത് അത്ബ ബിൻ അസീദ് റളിയല്ലാഹു അൻഹുവിനെയാണ്, മക്കയിൽ. ഫറഅഹു മിൻഹുൽ വിലായത വന്നുസ്റത, അത്താബ് തങ്ങളെ വക്കൽ നിന്ന് അവർ വിലായത്തും നസ്റും ആസ്വദിച്ചു കഴിഞ്ഞു. ഹത്താ സാറു അഅസ്സ അലിഹ, മക്കയിൽ ഏറ്റവും ഇസ്സത്തുള്ളവരായി അവർ കഴിഞ്ഞുകൂടി. അത് ഉത്തരം കിട്ടിയില്ലേ? ഇനി അത് തീർന്ന്, ഇനി പുതിയൊരു മുബത്തദ. അല്ലദീന ആമനൂ യുഖാതിലൂന ഫീ സബീലില്ലാഹ്, മുഅ്മിനീങ്ങളായവര് അല്ലാഹുവിന്റെ ഫീ സബീലിലാണ് യുദ്ധം ചെയ്യുക. അതിന് മുബത്തദ ഖബറോടെ പറഞ്ഞു. അൽ മുഅ്മിനൂന ഇന്നമാ യുഖാതിലൂന ലിഇലാഇ കലിമത്തില്ലാഹി, അല്ലാഹുവിന്റെ കലിമത്തിനെ ഉയർത്തി വെക്കാൻ മാത്രമാണ് അവർ യുദ്ധം ചെയ്യുക. എന്ന് ഇന്നമ കണ്ടില്ലേ? ഫഹുവ വലിയുഹും വനാസിറുഹും ലാ മഹാലത, അപ്പോൾ അല്ലാഹു തആല അവരുടെ വലിയും നാസിറുമാണ്, സംശയിക്കണ്ട. ഇനി വേറൊരു യുദ്ധക്കാരുണ്ട്, അതാണ് വല്ലദീന കഫറൂ യുഖാതിലൂന ഫീ സബീലി ത്വാഗൂത്ത്, കുഫാറുകളായ ആളുകൾ ത്വാഗൂത്തിന്റെ സബീലിലാണ് യുദ്ധം ചെയ്യുക. ഐ ഫീമാ യൂസിലുഹും ഇല ശൈത്വാനി, ശൈത്വാനിലേക്ക് ചേർക്കുന്നതിലെ വിഷയത്തിലാണ്. ഫലാ നാസിറ ലഹും സിവാഹു, അവിടെ സഹായികൾ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ അല്ലാഹു മാത്രം, ശൈത്താൻ സഹായിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തിനാ പറയുന്നത്? ഫഖാതിലു ഔലിയാ ശൈത്താൻ, ഔലിയാ ശൈത്താനോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. കാന്നഹുക്കല ഇദാ കാനൽ അംറു കദാലിക, കാര്യം ഇങ്ങനെയുള്ളതെങ്കിൽ ഫഖാതിലു യാ ഔലിയാ അല്ലാഹി ഔലിയാ ശൈത്താൻ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ നിങ്ങൾ ഔലിയാവ് ശൈത്താനോട് യുദ്ധം ചെയ്യുക. എന്നാൽ ചോദിക്കുക, അവർ ബോഡില്ലേ എത്ത് കണ്ടാലും ഇന്ന കെയ്ത് ശൈത്താനി കാണുക ലൈഫ, ശൈത്താൻ്റെ കെയ്ത് വളരെ ലൈഫാണ്, നിങ്ങളെ മുമ്പിലൊന്നും വിജയിക്കൂല. കെയ്തെന്ന് പറഞ്ഞാൽ എന്താ? അസ്സഅയു ഫീ ഫസാദിൽ ഹാലി, ഈ അവസ്ഥകളൊക്കെ ഫസാദാക്കാനുള്ള പണിയാണ്. അലാ ജിഹത്തിൽ നെഹ്തി, പല തന്ത്രങ്ങളുടെ രീതിയിൽ ഉള്ളിൽ കൂടെ തന്ത്രം പ്രവർത്തിച്ചാൽ എന്താക്കുമോ ആക്കി തീർക്കുമ്പോൾക്ക് ഈ മരത്തിനെ ചെതിരി പിടിച്ചാണ് ഉള്ളിൽ നിന്ന് വിട്ടിട്ട് പയ്യെ തൊട്ടി നോക്കുമ്പോൾക്ക് എല്ലാം പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ കൊമ്മട്ടിയിലെല്ലാം കയറിയിട്ടാണ് ഇവിടെ ഇതിലുണ്ടാക്കുക. അതാ കുളന്തം എന്ന് പറയാം. കാന ദഈഫ എന്ന് പറഞ്ഞാൽ ഇന്ന കൈദഹു ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് കാട്ടുന്ന അവരുടെ ഈ ഫസാദും ഇതും ദഈഫുൻ, അത് ദഈഫാണ്. ലാ യുഹബ്ബഹു ബിഹി, അത് ബലവാക്കേണ്ടതില്ല കേട്ടാ. അതുകൊണ്ട് ഫലാ തഖാഫു ഔലിയാഹു, ശൈത്താൻ്റെ ഔലിയ നിങ്ങൾ പേടിക്കുക വേണ്ട, അത് ദഈഫാണ് നിൽക്കുന്നത്. ഫഇന്ന ഇഅ്തിമാദഹും അലാ ളഅഫി ശൈഇൻ വഔഹനിഹി, അവരുടെ ഇഅ്തിമാദ്, ഇത് ഔലിയാഹു ശൈത്താൻ്റെ ഏറ്റവും ലൈഫായ ഏറ്റവും ബലഹീനമായ ചില കാര്യങ്ങളെ മേലാണ് അവർ എത്തിമത്. വഹാദ, ഏതുപോലെ കമായുക്കാലോ പറയും ലിൽ ഹഖ് ദൗലത്തുൻ വലിൽ ബാതിൽ ജൗലത്തുൻ എന്ന് ഒരു പഴമൊഴി പറയുന്നുണ്ട്. ഹക്കിനുണ്ട്, ദൗലത്തുണ്ട്, എന്നുവെച്ചാൽ എല്ലാത്തിനും പിടിച്ചെടുക്കാനുള്ളൊരു പവറുണ്ട്. ബാത്തിലിനോ ഒരു പരസ്യപ്പെടലാണ്. യഥാർത്ഥത്തിൽ മറ്റേ ഇതുപോലെ ചക 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 ചകാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീ ഉണ്ടാവില്ല, പുകയുണ്ടാവില്ല, ബാണോ. അതിന് ഉദാഹരണം പറയുന്ന കൽബിൻ്റെ സ്ഥാനത്താണ് ഇത് ശൈത്താൻ്റെ. അതിനോട് നേരിട്ട് മൽപ്പിടുത്തം നടത്തിയാൽ എന്താക്കും? നിങ്ങളെ തോലെല്ലാം മാന്തി പറിക്കും, കുപ്പായം പറിച്ചു കീറും. ഇതല്ലേ റബ്ബിഹി, ആ നായിൻ്റെ ഉടമ്പനോട് നിങ്ങളെ നായിനെ പിടിച്ച് കെട്ടണേ എന്നിങ്ങോട്ട് പറഞ്ഞാൽ ഷറഫഹു അൻക ബിരിഫ്കിൻ, അത് പതുക്കെ അങ്ങോട്ട് പോയിക്കോളും.
അപ്പോൾ ഇവിടെ എന്താ വേണ്ടി? അള്ളാഹിനോട് പറയണം. فالله تعالى جعل الشيطان عدوا للعباد. ഇബാദിന്റെ അദുവാക്കിയിട്ട് അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഇതിനാൽ യൂഹിശഹും ബിഹി ഇലൈഹി, ഈ ശൈത്താനെ കൊണ്ടെന്താക്കണം? അള്ളാഹിനെ കൊണ്ട് ഇവരെ മുഴുവൻ അടുപ്പിക്കണം. അവിടെ ശൈത്താനെ കാണുമ്പോൾ എല്ലാം അള്ളാഹിലേക്ക് വന്നു. അത് ഇതിലുണ്ടല്ല, ഹിക്കമിനുണ്ടായിരുന്നില്ല. അള്ളാന്റെ പേരിലുള്ള ഇഖ്ബാല് എന്നും നിലനിൽക്കാൻ വേണ്ടിയും. ഖാല അഹ്മദ് ഇബ്നു സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നു, അഅദാഉക അർബഅത്തുൻ, നിന്റെ ശത്രുക്കൾ 4 ഉണ്ട്. അദ്ദുന്യാ, ഒന്ന് ദുന്യാവ് തന്നെ. വസലാഹുഹാ, അതിൻ്റെ ആയുധം ലിഖാഉൽ ഖൽഖി, പടപ്പുകളെ കണ്ടുമുട്ടലാണ്. വസജുനുഹാ, ആ ദുന്യാവാകുന്ന അതുവിൻ്റെ സിജിനേത അല്ലുസില, ജനങ്ങളുമായിട്ട് ഒഴിഞ്ഞു നിൽക്കലാണ്. രണ്ടാമത്തേതോ വശൈത്വാനു, ശൈത്താനാണ് രണ്ടാമത്തെ ശത്രു. വസിലാഹുഹു, അതിന് ആയുധം കൊടുക്കുന്ന അശ്ശിബാഹു, ഭാര്യ നടക്കലാണ്. അസ്സിജുനോ, അതിനെ തടഞ്ഞിടാനുള്ള സാധനം ജുഅ്, വിശപ്പ് സഹിക്കലാണ്. വന്നഫ്സു, മൂന്നാമത്തെ നഫ്സാണ്. വസിലാഹുഹൻ നൗമു, അതിൻ്റെ സിലാഹത നൗമ, ഉറക്ക്. വസിജുനുഹ, അതിനെ തടഞ്ഞിടാനുള്ള സാധനം ഏതാണ്? സഹർ, ഉഴക്കൊയ്യലി. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ 4 പത്യം പറഞ്ഞ അലാമ്, മനാമ്, തആമ്, കലാം. വൽഹബ, മറ്റൊന്ന് തടിഹവയാണ്. വസിലാഹുൽ കലാം, അതിന് ആയുധം കൊടുക്കുന്നത് കലാമാണ്. വസിജുനുഹു സുംതു, ആ തടിഹവാനെ തടഞ്ഞിടാനുള്ള സിജിനേതാണ്? മിണ്ടാതിരിക്കലാണ്. അപ്പോൾ 4 പത്യായി. വഅലം അന്ന കൈദ ശൈത്വാനി ദഈഫുൻ ഫിൽ ഹഖീഖത്തി, ഹഖീഖത്തിൽ ശൈത്താൻ്റെ കൈദ് വളരെ ദഈഫ് തന്നെയാണ്, നമുക്ക് വലുതാൻ തോന്നുന്നതാണ്. ഫഇന്ന അല്ലാഹ തആല നാസിറുൽ ലിഔലിയാഇഹി, കാരണം അല്ലാഹു തആല അവൻ്റെ ഔലിയാക്കളെ സഹായിക്കും. കുല്ലഹിൻ, എപ്പോഴും. അപ്പോൾ അതിന് മുമ്പ് ശൈത്താനിക്ക് എന്തിനാ വിലയുള്ളത്? വയദ്ഹറു ദാലികൽ ഇംദാദ് ബിസബബി തസ്കിയതിഹിം മിൻ നഫ്സ വംതിലാഇ അസ്റാറിഹിം ബിനൂരി തൗഹീദ് ഫഇന്ന ശൈത്വാന ദുൽമാനിയുൻ. ഇത് ആ ഇംദാദിനെ അല്ലാഹു തആല വെളിപ്പെടുത്തും. ഇതിൻ്റെ ഔലിയാക്കളോട് എല്ലാ അവസരത്തിലും സഹായിക്കുമെന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ? അവർ നഫ്സിനെ തസ്കിയത്താക്കിയിട്ടുണ്ട് അക്കാരണത്താൽ. മാത്രമല്ല തൗഹീദിൻ്റെ നൂറ് കൊണ്ട് അവരുടെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ട്. ഫഇന്ന ശൈത്വാൻ എന്നുള്ള ദുൽമാനിയാണ്, ദുൽമത്ത് കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. യഹ്റുബു മിനൻ നൂറാനി, നൂറാനെ കാണുമ്പോൾ ഓടലാന്നവൻ്റെ പതിവ്. റുവിയ അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്തഅദന യൗമൻ അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളോട് സമ്മതം ചോദിച്ചു. വഇൻദഹു, തങ്ങളുടെ അടുക്കലുണ്ട് നിസാഉം മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽപ്പെട്ട കുറേ പെണ്ണുങ്ങളുണ്ട്. യസ്അൽനഹു, തങ്ങളോട് പലതും ചോദിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചൊരു കുരുത്തക്കുണ്ട് പെണ്ണുങ്ങൾക്ക്. ആലിയതൻ സ്വത്തുഹുന്ന അലാ സൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ സൗത്തിനേക്കാണ് ഓരോ സൗത്ത് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ശൂലതബ് വന്ന്. ഫലമ്മാ ദഖല, ഉമർ റളിയല്ലാഹു അൻഹു കയറിയപ്പോൾ ഇട്ട് തന്നെ എല്ലാവരും ഓരോ മറയിലേക്ക് പോയിട്ട് വിളിച്ചു, ഉമർ റളിയല്ലാഹുവിനെ പിടിച്ചിട്ട്. ഫജഅല സല്ലല്ലാഹു അലൈഹി യദ്ഹകു, തങ്ങൾക്ക് ചിരി വന്നു. തങ്ങളിനേക്കാണ് പൊടി ആരെയെന്ന്? ഉമർ തങ്ങളെ. ഫഖാല മാ ദഹകക യാ റസൂലല്ലാഹി ബിഅബി വഅൻത ഉമ്മി, എൻ്റെ ഉമ്മാനേക്കാളും എൻ്റെ ഉപ്പാനേക്കാളും എനിക്ക് വലുതാരാന്ന് തങ്ങളാണ്, എന്താ ചിരിച്ച നബിയെ? ഫഖാല അജിബതു മിൻ ഹൗലാഇ അല്ലാതി കുന്ന ഇൻദി, എൻ്റെ അടുക്കൽ ഇത്ര നേരം പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടതാണ്. എന്ത്? ഫലമ്മാ സമേന സൗതക്ക, ഉമറ നിങ്ങളെ ശബ്ദം കേട്ടപ്പോൾ ബാദറിന് ഹിജാബ് ഇതാർ ഓരോ സ്ഥലത്ത് പോയി ഒളിച്ചല്ല. ഫഖാല ഉമർ തങ്ങൾ പറഞ്ഞ് എന്നെക്കാണെ പേടിക്കേണ്ടത് തങ്ങളല്ലേ, ഒന്നുകൊണ്ട് പേടിച്ചില്ല. ഞാൻ തങ്ങളെ താഴെയല്ലേ. അന്ത അഹക്കു അൻ യഹബിന യാ റസൂലല്ലാഹ്, ആ പെണ്ണുങ്ങന്മാർ പേടിക്കാൻ ഏറ്റവും അവകാശം തങ്ങളല്ലേ.
എന്ന് പറഞ്ഞിട്ട് സുമ്മ അക്ബല അലൈഹിന്ന പെണ്ണുങ്ങളോടായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫഖാല ഐ അദുബാത്തി അൻഫുസിഹിന്ന, ഈ നഫ്സിന്റെ ശത്രുക്കളായ പെണ്ണുങ്ങന്മാരെ, ആ തഹബനനി, എന്നെയാ നിങ്ങൾ പേടിച്ചത്, വലാ തഹബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിക്കാതെ. ഫഖുൽന, അവർ പറഞ്ഞു അന്ത അഫല്ലു വഅഗ്ലദു എന്ന് പറഞ്ഞു, നിങ്ങളൊരു പൊന്നും കലിയുന്ന ആളാണ്. അപ്പോൾ ഓരോ പേടി അടുത്തേക്കാ നോക്കിയത്. അപ്പം എന്തില്ല, ഖദറിലേക്ക് പെണ്ണുങ്ങന്മാർ നോക്കിയിട്ടില്ല. ഫഖാല അലൈഹിസ്സലാം ഈഹി ഇബ്നുൽ ഖത്താബ്, അത് ഒരു വിളിയാന്ന്. ഫവല്ലദീ നഫ്സി ബിയദിഹി, അവിടെ നമ്മളെ ചർച്ചാ വിഷയം റബ്ബിനെ തന്നെയാണ് സത്യം. മാ ലഖിയക ശൈത്വാനു സാലികൻ ഫജ്ജൻ, നിങ്ങൾ ഒരു മാർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ട് ശൈത്താൻ നിങ്ങളെ കണ്ടുമുട്ടിയാൽ എന്താകും, ഇല്ലാ സലക ഫജ്ജൻ ഖൈറ ഫജ്ജിക, നിങ്ങളല്ലാത്ത വേറെ മാർഗത്തിൽ കൂടി വരങ്ങ് പോകും. ഇവിടെ ഒരു ജുലൂസാനുണ്ടായിരുന്നു, എനിക്കെന്തോ വിപരീതം മറ്റുണ്ട്. ഞാൻ കയറിയ ബസ്സിൽ കയറിയില്ല, ടിക്കറ്റ് എടുത്തു പോയി അത് ക്യാൻസലാക്കിയിട്ട് പഞ്ഞളി. ഇപ്പോഴില്ല. അതെ, ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും കൂടി അന്നേരം മറ്റേ ബസ്സിൽ കയറണമായിരുന്നു. ഇത് എത്രത്തോളം പോകുന്നൊക്കെ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ലാഹിറ ഇവർ നോക്കുന്നുള്ളൂ. അല്ല, ബാത്തിനിയായ ഹൈബത്ത് തങ്ങൾക്കല്ല വേണ്ടത്. അപ്പോൾ പെണ്ണുങ്ങന്മാർക്ക് അത്ര. അപ്പം നമ്മളെ വിഷയം ഏതാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അൻമാറിൻ്റെ മുമ്പിൽ ശൈത്താനിക്ക് നിൽക്കാൻ കഴിയൂല, അതുകൊണ്ട് വേറെ വഴിയെ കൂടി തിരിച്ചു പോകുന്നതാണ്. ഇനി അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫൂ അയ്ദിയകും വഅഖീമുസ് സ്വലാത വആതുസ് സകാഹ്. 10 കാഫുള്ള ആയത്താന്നിത്. വിജയണ്ണീക്ക് അലം തറ ഇലല്ലദീന, ഒരു കൂട്ടറിലേക്ക് നോക്കുന്നില്ലേ? എന്താ ആ കൂട്ടർ? ഖീല ലഹും, അവരോട് പറയപ്പെട്ടത് കുഫൂ അയ്ദിയകും, നിങ്ങൾ കൈ തടയണം. എന്നുവെച്ചാൽ കൈ കൊണ്ട് അനാവശ്യം പ്രവർത്തിക്കണ്ട. ആരാണത്? റുബിയ അന്നനാസൻ അതവുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്ന് ബിമക്കയിൽ ഖബല യുഹാജിറ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഹിജ്റ പോകുന്നതിന് മുമ്പാണ്, മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ്. വശക്കൗ ഇലൈഹി, തങ്ങളിലേക്ക് പരാതി ബോധിപ്പിച്ചത് മാ യൽഖൂന മിൻ അദൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ ഭയങ്കരമായ ശല്യം അവർ നേരിടുന്നുണ്ട്. അതാണ് എന്താക്കിയത്? പരാതി. ഖാലൂ കുന്നാ ഫീ ഇസ്ദിൻ ഫീ ഹാലത്തിൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്ത് നമുക്ക് വലിയ ഇസ്സത്തുണ്ടായിരുന്നു. വൽ ആന സിർന അദില്ലത്തൻ, ഇപ്പം നമ്മൾ കൊള്ളരുതാത്ത നിസാരന്മാരായി ബലഹീനന്മാരായി മാറിയില്ലേ എന്നാണ് ഇവർക്ക് തോന്നുന്നു. പലവും അതിൻതലന, തങ്ങളെങ്ങാനും സമ്മതം തരികയാണെങ്കിൽ ഖതൽന ഹൗലാഇൽ മുശ്രിക്കീൻ, നമ്മളെ ശല്യം ചെയ്യുന്ന മുശ്രിക്കീങ്ങളെ നമുക്ക് കൊന്നുകളയും. അലാ പുറുസിൻ, അവിടെ കടന്നിട്ട് വെച്ചെന്നെ പകരം പൊട്ടിക്കളയട്ടെ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം കുഫൂ അയ്ദിയകും, നിങ്ങൾ കൈ ഏറാൻ പാടില്ല, കൈ തടയണം. അവരെ ക്ഷമ കൊണ്ടാ പറഞ്ഞെടുത്ത്. അയ്യംസിക്കു അനിൽ ഖിതാൽ, ഖിതാൽ നിർത്തിവെക്കണം, തുടങ്ങാൻ പാടില്ല. അത് കഴിഞ്ഞില്ലേ? ഇനിയോ രണ്ടാമത്തെ കൽപ്പന വഅഖീമുസ് സ്വലാഹ്, നമസ്കാരം കൃത്യമായി നിർവഹിക്കണം, സകാത്ത് കൊടുക്കുകയും വേണം. അപ്പം വസ്തഗിലൂ ബിമാ ഉമിർതും ബിഹി, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യം കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഫഇന്നീ ലം ഊമറ ബിഖിതാലിഹിം, അവരോട് ഖിതാൽ ചെയ്യാൻ കൽപ്പന വന്നിട്ടില്ല. വക്കാനൂ ഫീ മുദ്ദത്തി ഇഖാമത്തിഹിം ബിമക്ക, മക്കയിൽ താമസിക്കുന്ന കാലത്ത് മുസ്തമിദ്ദീന അലാ തിൽക്കൽ ഹാലത്തി, ഈ ഹാലത്തുമ്പോൾ തന്നെയാണ് എപ്പോഴും ഉള്ളത്. ഫലമ്മാ ഹാജറൂ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടൊപ്പം ഹിജ്റ പോയി ഇവിടത്തേക്ക് മദീനയിലേക്ക്. വ ഉമിറൂ ബിൽ ഖിതാൽ, ഖിതാൽ കൊണ്ട് കൽപ്പിച്ചപ്പോൾ ഖിതാൽ വേണമെന്ന് ഖിതാൽ ചോദിച്ചു വാങ്ങിയതാണ്. കരിഹു ബഅലുഹും, അതെല്ലാവരും അല്ല, അതിൽ ചില ആളുകൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വൈന്നമെങ്കിലും എന്ന് പറഞ്ഞു. എന്താ വശക്കതാലിക്ക് അലൈഹി, അവരുടെ മേൽ അത് മശക്കത്തായി തോന്നി.
അപ്പൊ ഫലഫദാലിക്ക കോലത്തല്ല ഫലമ്മ കുത്തിബ അലൈഹിമുൽ ഖിതാലു എന്ന് പറഞ്ഞ മദീനത്ത് ചെന്നപ്പോൾ ഖിതാൽ വാജിബാക്കപ്പെട്ടു. ഐ ഫുറദ അലൈഹിമുൽ ജിഹാദ്. ഇതാ ഫരീഖുൻ എല്ലാവരും ഒന്നല്ലേ, അതാ ഇതാ ലിൽ മുഫാജഅത്തി വ ഫരീഖുൻ എന്നുള്ള മുബ്തദിയാണ്. ഫരീഖുൻ യഖ്ശൗന അന്നാസ എന്ന ഖബർ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഫരീഖത യഖ്ശൗന അന്നാസ് ജനങ്ങളെ പേടിക്കുകയാണ്, അതതിൻ്റെ ഖബർ. അപ്പൊ വൽ ജുംലത്തു ജവാബു ലമ്മ, ഇത് ഏതലമ്മ ഫലമ്മ കുത്തിബ, അതിന് ജവാബ് ഏതാണ്? ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടർ ജനങ്ങളെ പേടിയായിട്ട് നിൽക്കുകയാണ്. മുമ്പ് ചോദിച്ചത് പ്രതികാരത്തെ കെട്ടാണ്. അലമ്മ ഫാജഅ ഫരീഖും മിൻഹും അൻ യഖ്ശബു സത്വത്തൽ കുഫാരി അൻ യഖ്തുലൂഹും, കുഫാറിന്റെ അക്രമം വെച്ചിട്ട് അവരെ കൊന്നുകളയും എന്നതാണ് ഇവിടെ പേടി. ജനങ്ങൾ പേടിച്ചില്ലേ? ഏതുപോലത്തെ പേടി? എനക്ക് ഖശിയത്തില്ലായി അള്ളാഹിനെ പേടിക്കുമ്പോഴത്തെ പേടി. ഐ യഖ്ശൗനഹും മുതശബ്ബിഹീന ബിഅഹ്ലി ഖശിയത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഖശിയത്തിൻ്റെ അഹ്ലുകാരോട് തശ്ബീഹായി. അവർക്ക് അള്ളാഹിനല്ലേ പേടി ഉണ്ടായാലേ, അവരെ മാതിരിയുള്ള പേടി ഇവിടെ ജനങ്ങളെ പേടിക്കുക. എന്ന് മാത്രമല്ല ആ അശദ്ദ ഖശിയ അതിനേക്കാണ് വലിയ പേടിയാണ്. ആതിഫുൻ അലൈഹി ബിമഅന ഔ അശദ്ദ ഖശിയതൻ മിൻ അഹ്ലി ഖശിയത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ഖശിയത്തിൻ്റെ അഹ്ലുകാർ അള്ളാഹിനെ പേടിക്കുന്നതിനേക്കാളും അശദ്ദാണ് ഇവർ ജനങ്ങളെ പേടിക്കുന്ന വിഷയത്തിൽ. എന്നിട്ടോ വഖാലു അവർ പറയുന്നു റബ്ബനാ ലിമ കതബത അലൈനൽ ഖിതാൽ, ഖിതാലിനെ എന്തിനാണ് ഫർളാക്കിയത്, അത് വേണ്ടയില്ലായിരുന്നു. അപ്പൊ ഫീ ഹാദൽ വഖതി, കണ്ടാ ഈ വഖത്തിൽ അത് ചോദിക്കുന്ന എന്തിനാ? അലാ തരീഖതി തമന്നി തഖ്ഫീഫ്, തഖ്ഫീഫിനെ കിട്ടാൻ യുദ്ധത്തിന് പോകുമ്പോൾ അസീമത്താവില്ലേ, അത് വേണ്ട. എന്നിട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് പോലെ ലൗലാ അഖർതനാ ഇലാ അജലിൻ ഖരീബ്, അടുത്ത ഒരവധിയിലേക്ക് പിന്തിച്ചിട്ടാൻ പറ്റൂലേ. ഹല്ല അംഹൽതനാ വതറക്തനാ ഇലൽ മൗതി, മൗത്തിലേക്ക് നമ്മളെന്താക്ക് ഉപേക്ഷിക്കാൻ, മരിക്കുമ്പോൾ വെച്ചോട്ട് എന്നാണ് ഇവിടെ വാദം. ഹത്താ നമൂത ബിഅജാലിനാ അലൽ ഫിറാഷ്, നമ്മൾ അവധി എത്തി ഫിറാഷിൽ മരിക്കുന്നത് വരെ. അപ്പോൾ മറ്റൊന്ന് വെച്ചാലും അവധി എത്തിയിട്ടല്ലേ മരിക്കുന്നത്. അതുകൊണ്ട് കട്ടിലിട്ട് ഇങ്ങോട്ട് തിരിച്ചു കെട്ട വകയിൽ 2 കൊല്ലം താഴ്ച കുറഞ്ഞു പോയിന്ന് നമ്മളെ എത്തിക്കാതില്ലല്ലോ. ഖാലൂ ദാലിക, ഇതെന്തിനാ പറയുന്നത്? ഹദറൻ മിനൽ മൗത്ത്, മൗത്തിനെ പേടിച്ചിട്ടും വഹബ്ബൻ ലിൽ ഹയാത്തി, കുറച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടായി പറയും. എന്നാൽ ഈ പറയുന്ന കൂട്ടരോട് തങ്ങൾ പറയേണ്ടത് ഖുൽ മതാഉ ദുനിയാ ഖലീൽ, ദുന്യാവിൻ്റെ മതാഅ് വളരെ ഖലീലാണ് എന്ന് തങ്ങൾ പറഞ്ഞു. കേട്ടോ, അതിന് തസ്ഹീദല്ലഹും, അവരെ പിന്തിരിപ്പിക്കാൻ, ദാഹിതാക്കാൻ, ഫീമാ യഅ്മലൂനഹു, അവർ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ. എന്താ ആഗ്രഹിക്കുന്നത്? ബിൽ ഖുഊദി, ഇരുത്തം കൊണ്ട് ആഗ്രഹിക്കുന്ന എന്താ? മിനൽ മതാഇൽ ഫാനി, ദുന്യാവിൻ്റെ ആനുകൂല്യം കിട്ടുമെന്നുള്ളതാണ്, നഷ്ടപ്പെടാതിരിക്കുമല്ലോ. അപ്പൊ ഫീമാ യഅ്മലൂനാണ് താല്ലുക്ക് ബിൽ ഖുഊദിലേക്ക് അല്ലേ. ആ മാന്റെ ബയാനാണ് മിൻ മതാഇൽ ഫാനി. വതർഗീബൻ ഫീമാ യനാലൂനഹു ബിൽ ഖിതാലി, ഖിതാൽ കൊണ്ട് അവർ നേടിയെടുക്കുന്ന കാലത്തിൽ ആഗ്രഹിപ്പിക്കുവാനുമാണ്. എന്താ കിട്ടല്? മിനൻ നഈമിൽ ബാഖി, കാലകാലമുള്ള നഈം കിട്ടും, ആഗ്രഹിക്കാനാണ്. എന്ന് പറഞ്ഞ ഖുൽ മതാഉ ദുനിയാ ഖലീൽ എന്ന് വേണം. ഇതിന് തീർന്നിട്ടില്ല. വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ എന്നും കൂടി പറയണം. ദുനിയാവും ആഖിറവും തമ്മിൽ എന്താ? മതാഉ ദുനിയാ ഖലീൽ എന്ന് പറഞ്ഞാൽ ഐ മാ യുതമത്തഉ വയുൻദഫഉ ബിഹി ഫിദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് സുഖിക്കുന്നതും ഉപകാരപ്രദവുമായ കാര്യം എല്ലാം കൂടിയാലും സരീഉ സവാൽ, അതോടനെ പിരിഞ്ഞു പോകുന്ന സാധനമാകുന്നു. വൽ ഇൻസലാം, അത് അറ്റുപോകുന്ന സാധനമാകുന്നു. അതുകൊണ്ട് ലവിസ്തശ്ഹത്തും ഫിൽ ഖിതാലി, ഖിതാലിൽ നിങ്ങൾ പങ്കെടുത്താൽ എന്തായാലും സിർത്തും ഹയ്യാകാവും. വലാ തഹസബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത്. അതുകൊണ്ട് ഹയാത്തുൽ ഫാനിയത്തു ബിൽ ഹയാത്തിൽ ബാഖിയ, ഫാനിയായ ഹയാത്ത് എത്തുന്നിടത്തേക്ക് ബാക്കിയായ ഹയാത്തിലേക്ക് ചെന്നു ചേരുന്നത്.
അല്ലോ യുദ്ധം പേടിക്കണ്ട. വൽ ആഖിറതു ഖൈറുൻ ഐ സവാബുഹാ, ആഖിറത്തിൽ കിട്ടുന്ന സവാബ് അല്ലദീ മിൻ ജുംലത്തിഹി സവാബുൽ മനൂതു ബിൽ ഖിതാലി, ആഖിറത്തിൽ കിട്ടുന്ന സവാബ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. നിക്കച്ചേനും കിട്ടും, നോമ്പ് നോക്കിയതിനും കിട്ടും, സദഖ ചെയ്താലും കിട്ടും. ആ കൂട്ടത്തിൽ പെട്ടതാണ് ഇത് ഖിതാലുമായി ബന്ധപ്പെട്ട സവാബ്. അതാണല്ലോ ഇവിടെ കിട്ടാൻ പറയുന്നത്. ഖൈറുൽ ലക്കും മിൻ ദാലിക്കൽ മതാഇൽ ഖലീലി, ഈ നശ്വരമായ കുറഞ്ഞ ഈ ദുന്യാവിൻ്റെ മതായിനാക്കാണ് ഖൈറാണത്. എന്താണ്? ലി കസരത്തിഹി വാദമിൻ ഖതാഇ, ഒന്ന് ധാരാളമുണ്ടത്, മറ്റൊന്നോ അത് മുറിയലുമില്ല. അവിടെ നോക്ക്, മതാ ദുന്യ ഖലീലൻ വല്ലാഖിറത്തു ഖൈറൂൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ ജുംല പൂർത്തിയായില്ല. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ദുന്യാവിൻ്റെ മത്തായ എപ്പോഴും ഖലീലാണ്, ആഖിറം ഖൈറുവാണെന്ന് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ എൻ്റെ കഥ. പിന്നെന്തിനാ ലിമനിത്തക്കാന്നൊരു ചെയ്ത് ചോദിക്കുക? തക്വ ചെയ്ത അല്ലെങ്കിൽ തക്വ ഇല്ലാത്തതൊക്കെ മറ്റൊരു കോലത്തിലാവുന്ന അർത്ഥം. അത് വൈന്നമാക്കയില ലിമനിത്തക്ക എന്ന് പറഞ്ഞത് ഹസ്തല്ലഹും അലത്തിക്കായിൽ അഷിയാൻ, ദോഷങ്ങളെ കാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാനും വൽ ഇഖ്ലാസ് ഫീ തലബി ഷഹാദ, ഷഹാദത്ത് തേടുന്ന വിഷയത്തിൽ ഇഖ്ലാസ് ഉണ്ടാവാനും പ്രേരിപ്പിക്കാനാണ് ഇത് ലിമനിത്തക്ക. അപ്പം ദുന്യാബ് ഖലീലാവാനും ആഖിറം ഖൈറാവാനുള്ള കൈതല്ല. അതെപ്പം തന്നെയാണല്ലോ. മനസ്സിലായിരുന്നില്ല? വലാ തുളമൂന ഫതീല, നിങ്ങൾക്ക് ദുൽമ ബാധിക്കൂല. ഫതീലിൻ്റെ അർത്ഥം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കാരക്കുരുവിൻ്റെ ഒന്ന് ആ വട്ടിക്ക് കീറിൻ്റെ അവിടെയുള്ള ഒരു നൂലുണ്ട്, പുറന്ന് ചെറിയ ഒരു തോലും ഉണ്ടാവും. അല്ല വെച്ചതാണ് നമുക്കൊരാളെ പറയുന്നുണ്ടത്. ആ തോലില്ലാണ്ട് നേരെ പഴത്തിലേക്കാണ് പഴം ചവർത്ത് പോകുമ്പോൾ. ഈ കുരുവിൻ്റെ കണക്ഷൻ കഴിഞ്ഞിട്ടല്ലേ. അപ്പം അതിന് പുറത്തെ മധുരമുള്ള ഇറച്ചിയുണ്ടല്ലോ, അതിന് ചവർപ്പായി പോകുന്ന പറയുന്നത് ആ തോലില്ലെങ്കിൽ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അപ്പം നിങ്ങൾക്ക് ദുൽമില്ലാന്ന് ഖുർആൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ദുൽമെന്ന സാധനം അല്ലാഹുവിന്റെ വക്കലില്ല. അയ്വലാ തുൻഖസൂന അദ്നാ ശൈഇൻ മിൻ നുജൂരി അഅമാലിക്കും, നിങ്ങൾ ചെയ്ത അമലിൻ്റെ അജ്റിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ ഒരു സാധനമാണ് ഇത് ഫതീൽ. അത്ര അളവ് പോലും നിങ്ങളൊക്കെ എന്താക്കും? ചുരുക്കൂല. ഇലം അന്നൽ ആഖിറത ഖൈറും മിനദ് ദുനിയാ, ആഖിറം ദുന്യാവിനേക്കാണ് ഖൈറാകുന്നു. കാരണം അന്ന നിഅമദ് ദുനിയാ ഖലീല, ദുന്യാവിലുള്ള സകല നിഅമത്തും ഖലീലാണ്. വനിഅമുൽ ആഖിറതി കസീറത്തുൻ, ആഖിറത്തിലുള്ള നിഅമത്ത് കസീറത്തുമാണ്. അപ്പോൾ ഒരു കാരണം. രണ്ടാമത്തൊരു കാരണം വനിഅമുദ് ദുനിയാ മുൻഖതിഅത്തുൻ, ദുന്യാവിലെ നിഅമത്ത് അത് മുൻഖതിയാണ്, മുറിഞ്ഞു പോകുന്നതാണ്. വനിഅമുൽ ആഖിറതി മുഅബ്ബദത്തുൻ, അത് കാലാകാലമുള്ളതാണ്. ഇത് നിഅമത്തുൽ ആഖിറ. കാരണം രണ്ട്. ഇനി മൂന്നാമത്തെ കാരണം വനിഅമുദ് ദുനിയാ മശൂബത്തുൻ ബിൽ ഹുമൂമി വൽ ഗുമൂമി വൽ മകാരിഹി, പ്രയാസമുള്ള കാര്യങ്ങളാലും ഹമ്മുകളാലും കൂട്ടിക്കലർത്തപ്പെട്ടതാണ്. അപ്പോൾ ഒന്നും തെളിഞ്ഞിട്ടുണ്ടാവില്ല. വനിഅമുൽ ആഖിറതി സാഫിയത്തുൻ അൽ മഖ്ദൂറാത്ത്, എല്ലാ കലർപ്പുകളെ തൊട്ടും ശുദ്ധമാണ് ആഖിറത്തിലുള്ള നിഅമത്ത്. അപ്പം എത്ര കാരണമായി? മൂന്നെണ്ണ. ഖലീല, മുൻഖതിഅ, മൂന്ന് അല്ലേ? വനിഅമുദ് ദുനിയാ മശ്കൂക്കത്തുൻ, ദുനിയാവിലുള്ള നിഅമത്ത് ശക്കാണ്. ഇതെല്ലാം തട്ടിക്കൂട്ടിയാലും വൈകുന്നേരമാകുമ്പം ആസ്വദിക്കോ ഇല്ലൊന്നും അറിയുന്നില്ല. ഫഇന്ന അഅ്ളമൻ നാസി തനഉമൻ, കണ്ടാ, നിഅമത്തിനാൽ ഏറ്റവും ആസ്വദിക്കുന്ന ഒരാളുണ്ട്. നോക്ക്, ലാ യഅരിഫു അന്നഹു കൈഫ തകൂനു ആഖിബതുഹു ഫിൽ യൗമി സാനി, അടുത്ത ദിവസം എന്താകും എന്നുള്ളത് എനിക്ക് ദിട്ടമില്ല. വനിഅമുൽ ആഖിറതി യഖീനിയത്തുൻ, ആഖിറത്തിലുള്ള നിഅമത്ത് യഖീനിയാണ്. അത് മശ്കൂക്കത്തിൻ്റെ ഓപ്പോസിറ്റ്. അപ്പം അഞ്ച് കാരണം തന്നെയാ.
അതുകൊണ്ട് ഫഅലല്ലാഹിരി അൻ യഖ്താറ മാ ഹുവ ഖൈറുൻ മിൻ കുല്ലി വജ്ഹിൻ, എല്ലാ വജ്ഹിൽ കൂടിയും ഖൈറായ ഒരു കാര്യം ഒരു ബുദ്ധിജീവി തിരഞ്ഞെടുക്കട്ടെ. ഏതാണത്? വഹുവല്ലാഹിറ. എന്തിനാക്കാണ്? അലാ മാ ഹുവ ശർറുൻ മിൻ കുല്ലി ജിഹത്തിൻ, എല്ലാ ജിഹത്തിൽ കൂടിയും ഷർറായ ഒരു കാര്യത്തിനെ അപേക്ഷിച്ച്. അതേതാ? ബഹുദുന്യ. വറുവിയ അന്ന റജുലൻ ഇഷ്തറാ ദാറൻ, ഒരു മനുഷ്യൻ ഒരു പുര വാങ്ങി. ഫഖാല ലിറജുലിൻ, മറ്റൊരു റജുലിനോട് പറഞ്ഞു, ഉക്തുബിസ്സക്ക, അതിന് ചെക്ക് എഴുതണം, രേഖ തരുന്നു. ഫകതബ, ചെക്ക് നേടാൻ പറ്റിയ പൈസ ഉണ്ട് ഇപ്പം, ഇതല്ല മറ്റേ രേഖ തരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അമ്മാ ബഅദു, എഴുതുന്നതെന്ന് പറയുന്നു. ഫഖദ് ഇഷ്തറാ മഗ്റൂറുൻ മിൻ മഗ്റൂറിൻ ദാറൻ, ഒരു മഗ്റൂറായ വ്യക്തിയിൽ നിന്ന് മഗ്റൂറായ വ്യക്തി വിലക്ക് വാങ്ങിയിട്ടുണ്ട്. ദാറൻ ഒരു വില വാങ്ങിയിട്ടുണ്ട് എന്ന് എഴുതി. ദഖല ഫീഹാ, അതിൽ പ്രവേശിച്ചു. ഫീ സിക്കത്തിൽ ഗാഫിലീൻ, ഗാഫിലീങ്ങളുടെ സിക്കത്തിലായിട്ട് പ്രവേശിച്ചു. ലാ ബഖാലി സാഹിബിഹാ, അതിൻ്റെ സാഹിബിൻ്റെ ബക്കാ ഉണ്ടാവില്ല, അങ്ങനത്തെ പറയാന്ന്. ഫീഹൽ ഹദ്ദുൽ അവ്വലു യൻതഹി ഇലൽ മൗതി, അതിൻ്റെ ഒന്നാമത്തെ ഹദ്ദ് മൗത്തിലേക്ക് അവസാനിക്കുന്നു. വസ്താനി, രണ്ടാമത്തെ അറ്റം ഇലൽ ഖബറിലേക്ക് അവസാനിക്കുന്നു. വസ്താലിസു, അതിൽ തീരുമാനിക്കണ്ടേ. വസ്താലിസു, മൂന്നാമത്തേത് ഇലൽ ഹശ്റിലേക്ക് അവസാനിക്കും. വറാബിഉ, നാലാമത്തേത് ഇലൽ ജന്നത്തി ഔ ഇലന്നാർ. 4 അതിരുകൾ എഴുതി. ഒന്നാമത്തെ അതിന് മൗത്ത്, രണ്ടാമത്തെ അതിന് ഖബറ്, മൂന്നാമത്തെ ഹശ്ർ, നാലാമത്തെ ജന്നത്തോ നാറോ. രണ്ടാമത് വസ്സലാം, എത്തു തീർന്നു. എന്നിട്ടോ എഴുതിയിട്ട് ഫഖറ അലർ റജുലി, ഇത് റജുലിൻ്റെ മേലിൽ ഒതുക്കി കൽപ്പിച്ചു. നോക്കുമ്പോൾ അയാൾ തോറ്റുന്നായി ഇപ്പം തോന്നുക. ഫറദ്ദ ദാറ, ദാറ് മടക്കി കൊടുത്തു. എന്നാൽ ഇങ്ങനത്തെ പോലെ എനിക്ക് വേണ്ട, മടക്കി കൊടുത്തിട്ട് തസദ്ദഖ ബിദ്ദനാനി ലികുല്ലി, അത് വിറ്റ് കിട്ടിയ കാശ് മുഴുവനും സദഖ ചെയ്തു. വതസഹദ ഫിദ്ദുനിയ, ദുനിയാവിൽ അയാൾ സാഹിദായി ജീവിക്കുകയും ചെയ്തു. ഫഹാദാ ഹുവ ഹാലുൽ ആരിഫീന ഹഖീഖത്തുൽ ഹാൽ, യഥാർത്ഥത്തിലുള്ള സംഗതി അറിയുന്ന ഒരു ആരിഫീങ്ങളുടെ ഹാലാണ് കണ്ടത്. قال بعض المشايخ رضي الله عنه إنما جعلت الدار الآخرة محلا لجزاء عباده المؤمنين, ആഖിറം എന്ന ഭവനം അല്ലാഹു ആക്കിയത് മുഅ്മിനീങ്ങളായ ഇബാദിന്റെ പ്രതിഫലം കൊടുക്കുന്ന സ്ഥലമായിട്ടാണ് ആക്കിയത്. അതുകൊണ്ട് ലിഅന്ന ഹാദിഹി الدار لا تسع, ഈ ദുനിയാവ് അതിന് വിശാലമല്ല, അവർ കൊടുക്കേണ്ടത്. മാ യുരീദു അൻ യുഅതിയഹും, അവൻ്റെ ഇബാദിൽ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച കൂലിയുണ്ടല്ലോ, അതിന് ഈ ലോകം മതിയാവൂല. ലാഹിറായാലും ബാത്തിനായാലും കൊടുക്കുന്നത്. യുഅതിഹും ലാഹിറും ബാത്തിൻ, ലാഹിറായിട്ട് കൊടുക്കുന്നതും ബാത്തിനായിട്ട് കൊടുക്കുന്നതും. വകുല്ലു മാ ഫിൽ ജന്നതി, സ്വർഗത്തിലുള്ള ഒന്ന് ലാ യുവാഫിഖു മാ ഫിദ് ദുനിയാ, ദുനിയാവിനോട് യോജിക്കൂല. ഇല്ല മിൻ ഹൈസു തസ്മിതു, പേര് പറയാന്നല്ലാതെ കണ്ട് പഴം, കായ്, ഈത്തപ്പന, മുന്തിരിങ്ങ, ഇങ്ങനെ പേര് പറയുന്നല്ലാണ്ട് ഹഖീഖത്തിൽ യോജിക്കുന്നില്ല. വലിയന്നഹു തആല ജല്ല ഖദറഹും, ആ മുഅ്മിനീങ്ങളായ ഇബാദിന്റെ ഖദറിനെ അല്ലാഹു തആല ഉയർത്തിയിട്ടുണ്ട്. അൻ യുജാസിഹും ഫീ ദാരിൻ ലാ ബഖാലഹാ, അവശേഷിക്കാത്ത ഒരു വീട്ടിൽ വെച്ചിട്ട് പ്രതിഫലം കൊടുത്താൽ എന്താ, കൊടുത്തു തീർന്നുല്ലേ. قال الله تعالى وما عند الله خير وأبقى, അള്ളാഹുവിൻ്റെ അടുക്കൽ മുഅ്മിനീങ്ങൾക്ക് തയ്യാറാക്കിയത് ഖൈറും വഅബ്ഖയാണ്. ഇനി സുമ്മൽ ജസാഉ ഫീ തിൽക്കദ്ദാരി, ആ ദാറിൽ വെച്ചിട്ട് ജസാ കൊടുക്കുക എന്നുള്ളത് ദലീലുൻ അലാ വുജൂദിൽ ഖബൂൽ, അത് കബൂലാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ ദലീലാണ്. കബൂലാക്കിയിട്ടല്ലേ പ്രതിഫലം കൊടുക്കുന്നത്. ലിഅന്നൽ ജസാ അലാ ദാലിക മഖ്സൂറുൻ, കാരണം കബൂലാക്കപ്പെട്ടതിൻ്റെ മുതലാണ് ജസാ ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഖാല ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ യഅലമുൽ മുലൂകു മാ നഹ്നു ഫീഹി, നമ്മൾ കഴിഞ്ഞുകൂടുന്ന അവസ്ഥ എങ്ങാനും രാജാക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ വേറെന്താക്കുന്നറിയോ, ഇത് നേടിയെടുക്കാൻ വേണ്ടി ബാള് കൊടുത്തിട്ട് നമ്മളത്തേക്ക് വരും.
നമ്മുടെ തട്ടിയെടുക്കാൻ. നമ്മുടെ സന്തോഷം, കൽബിന്റെ സന്തോഷം. وإنما يطيع العبد ربه ഒരഅബ്ദ് റബ്ബിന് വെളിപ്പെടല് അലാ ഖദരി മൻസിലതിഹി മിൻഹു, ആ റബ്ബിനെ ഇവൻ എത്രയാണോ ഇവൻ കതിർ കണക്കാക്കിയത് അനുസരിച്ചാണ്. റബ്ബിന് എത്രത്തോളം സ്ഥാനം കൊടുത്തോ അതുപോലെ ഭയപ്പെടും. ഫമൻ സർറഹു അൻ യഅരിഫ മൻസിലതഹു ഇൻദല്ലാഹ്, അതുകൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ ഇവന് മനസ്സിൽ അറിയണമെങ്കിൽ ഫൽയൻദുർ കൈഫ മൻസിലത്തുല്ലാഹി ഫീ ഖൽബിഹി, ഇവന്റെ കൽബിൽ അള്ളാഹിന്റെ മൻസില എപ്രകാരമാണ് എന്ന് ഓൻ ചിന്തിച്ചോട്ടെ. അതില്ലേ അത് ഇതിലുണ്ടല്ലോ, ഹിക്കമിലുണ്ടത്. വഖീല ലിബഅദിഹിം, ഒരാൾ ചോദിച്ചു ഹൽ തഅരിഫുല്ലാഹ, നിനക്ക് അള്ളാഹിനെ അറിയോ? ഫഗദിബ, ഉപദേശം പറഞ്ഞു. വഖാല തറാനി അബ്ദു മൻ ലാ അരിഫു, എനിക്ക് അറിയാത്ത ഒരു റബ്ബിന് ഇബാദത്ത് എടുക്കുന്നു നീ വിചാരിച്ചാ? അറിയാത്ത റബ്ബിനാ ഞാൻ ഇബാദത്ത് എടുക്കുന്നു. ഫഖാല ലഹു സായിലു, അപ്പൊ ചോദ്യകർത്താവ് പറഞ്ഞു അവ തഅസീമൻ തഅരിഫു, അങ്ങ് നിന്നെ അറിയുന്ന ഒരാൾക്ക് നീ മാസിയത്ത് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പൊ ചെയ്യരുതെന്ന് അർത്ഥത്തിൽ